കോഴിക്കോട് കോടഞ്ചേരിയിൽ പാലക്കൽ ചെമ്പിലി ആദിവാസി കോളനിയിലെ കൊളന്തൻ മരിച്ചതിന് കാരണം വിഷമദ്യമല്ലെന്ന് പോലീസും എക്സൈസും. മറ്റു വിഷവസ്തുക്കൾ മദ്യത്തിൽ കലർന്നിട്ടുണ്ടോ എന്ന് അന്വേഷിക്കും. എന്നാൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ച ശേഷം മാത്രമേ കൂടുതൽ വ്യക്തതയുണ്ടാകൂ. വിവരങ്ങളുമായി ജോഷില ചേരുകയാണ്. ജോഷില, ഈ മരണവുമായി ബന്ധപ്പെട്ട് പുറത്തുവരുന്ന പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ്? കണ്ണോത്ത് പാലക്കൽ മദ്യം കഴിച്ചുണ്ടായ മരണം എന്ന രീതിയിൽ പ്രചരിക്കുന്ന കൊളമ്പന്റെ മരണവുമായി ബന്ധപ്പെട്ടുള്ള ദുരൂഹത കഴിച്ച മദ്യത്തിൽ ിന് ശേഷം മാത്രമേ മനസ്സിലാക്കാൻ സാധിക്കൂ എന്നാണ് ഡോക്ടർമാർ പറഞ്ഞിരിക്കുന്നത്. ഇവർ കഴിച്ചത് വിഷമദ്യമല്ലെന്ന് എക്സൈസ് ഡിപ്പാർട്ട്മെന്റും കോടഞ്ചേരി പോലീസ് ഇത് സംബന്ധിച്ച് അന്വേഷണവും ആരംഭിച്ചു കഴിഞ്ഞു. എന്തായാലും ഇന്നലെ ഇവിടെ വെച്ച് എസ്റ്റേറ്റിൽ വെച്ചായിരുന്നു ഇത്തരത്തിൽ ഇവർ മദ്യം കഴിച്ചത് എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. മദ്യം കഴിച്ചതിന് ശേഷമാണ് ഇത്തരത്തിൽ അവശത അനുഭവപ്പെട്ട ഇവരെ നാട്ടുകാരാണ് ആശുപത്രിയിൽ എത്തിച്ചതും. ഇവരിൽ ഒരാളാണ് മരിച്ചതും എന്ന ആളാണ്. അദ്ദേഹം ചെമ്പിലി ആദിവാസി കോളനിയിലുള്ളവരാണ്. ഇവർ മദ്യം കഴിക്കാറില്ല എന്നാണ് മകൾ പോലീസിന് മൊഴി കൊടുത്തിരിക്കുന്നത്. എന്തായാലും ഇത്തരം ഒരു സാഹചര്യത്തിൽ എന്താണ് മദ്യത്തിൽ കലർന്ന മറ്റെന്തെങ്കിലും വസ്തുവാണോ മരണത്തിന് കാരണം എന്നുള്ള കാര്യവും സ്ഥിരീകരിക്കപ്പെടേണ്ടതുണ്ട്. എന്നാലും ഫോറൻസിക് വിഭാഗം ഉദ്യോഗസ്ഥർ അല്പസമയത്തിനകം ഇവിടെ എസ്റ്റേറ്റിൽ എത്തിച്ചേരുമെന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. അതേസമയം ഡോഗ് സ്ക്വാഡും എക്സൈസ് ജോയിന്റ് കമ്മീഷണർ BJ മാത്യു അടക്കമുള്ളവരും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അന്വേഷണം കൂടുതൽ കാര്യക്ഷമതയോടുകൂടി നടത്തും എന്ന് തന്നെയാണ് ഇവർ പറയുന്നത്. എന്തായാലും എന്തുകൊണ്ടാണ് മരണത്തിന് കാരണമായ വസ്തു എന്താണ് വിഷാംശമായി കൂടുതൽ തെളിവുകൾ ശേഖരിക്കേണ്ട ആവശ്യമുണ്ട്. എന്തുകൊണ്ടാണ് എന്തായാലും വ്യാജമദ്യം അല്ല കഴിച്ചത് എന്നുള്ള കാര്യത്തിൽ സ്ഥിരീകരണം ഉണ്ടായിട്ടുണ്ട്. ശരി, കോഴിക്കോട് കോടഞ്ചേരിയിൽ പാലക്കൽ ചെമ്പിലി ആദിവാസി കോളനിയിലെ തൊഴിലാളി കൊളന്തൻ മരിച്ചതിന് കാരണം വിഷമദ്യമല്ലെന്ന് പോലീസും എക്സൈസും പറഞ്ഞിരിക്കുകയാണ്. ഈ ഒരു മരണത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ വിശദമായി പരിശോധിക്കുമെന്ന് എക്സൈസ് മന്ത്രിയും പറഞ്ഞിരിക്കുന്നു. വിശദാംശങ്ങളാണ് ജോഷില നൽകിയത്. അതേസമയം കോഴിക്കോട് കോടഞ്ചേരിയിലെ കൊളമ്പന്റെ മരണം എല്ലാ സാഹചര്യങ്ങളും പരിശോധിക്കുമെന്ന് എക്സൈസ് മന്ത്രി TP രാമകൃഷ്ണൻ. എക്സൈസും പോലീസും പരിശോധന നടത്തുന്നുണ്ട്. മദ്യമാണോ മരണകാരണമെന്ന് പറയാൻ തെളിവില്ല. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന് ശേഷം കൂടുതൽ നടപടിയെന്നും മന്ത്രി. വിവരങ്ങളുമായി PV കുട്ടൻ ചേരുകയാണ്. കുട്ടൻ, എക്സൈസ് മന്ത്രി ഈ മരണവുമായി ബന്ധപ്പെട്ട് പറഞ്ഞിരിക്കുന്ന പ്രധാന കാര്യം എന്താണ്? പ്രിയ, കോടഞ്ചേരിയിലെ കൊളമ്പന്റെ മരണം വ്യാജമദ്യം മൂലമാണെന്ന് ഇപ്പോൾ പറയാൻ സാധിക്കില്ല എന്ന് തന്നെയാണ് എക്സൈസ് മന്ത്രിയും പറഞ്ഞിരിക്കുന്നത്. ഇത് സംബന്ധിച്ച ഒരു തെളിവുകളും ഇപ്പോൾ ലഭിച്ചിട്ടില്ല. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട എല്ലാ സാഹചര്യങ്ങളും പരിശോധിക്കുന്നുണ്ടെന്നും മന്ത്രി പറഞ്ഞു. എക്സൈസും പോലീസും ഇത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ പരിശോധിച്ചു വരികയാണ്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന് ശേഷം മാത്രമേ ഇതുമായി ബന്ധപ്പെട്ട കൃത്യമായ രീതിയിൽ ഒരു നിലപാട് പറയാൻ സാധിക്കുള്ളൂ. അതിനുശേഷം ഇതുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞിട്ടുണ്ട്. അതേസമയം തന്നെ എക്സൈസ് ഉദ്യോഗസ്ഥരും ഇക്കാര്യം തന്നെയാണ് ഇപ്പോൾ പറയുന്നത്. വ്യാജമദ്യമായിരുന്നെങ്കിൽ കാഴ്ചശക്തിയെ ബാധിക്കുമായിരുന്നുവെന്ന് എക്സൈസ് ജോയിന്റ് കമ്മീഷണർ പറഞ്ഞു. ആസിഡോ വിഷക്കൂണോ കഴിച്ചതാവാം മരണകാരണമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. മദ്യം കഴിച്ചതിന്റെ ലക്ഷണങ്ങൾ കണ്ടെത്തിയിട്ടില്ല എന്നും എക്സൈസ് ഉദ്യോഗസ്ഥർ പറയുന്നു. അതേസമയം ആശുപത്രിയിൽ ചികിത്സയിലുള്ള 2 പേരുടെ ആരോഗ്യനിലയിൽ നേരിയ പുരോഗതി ഉണ്ടെന്ന് ഡോക്ടർമാർ അറിയിച്ചിട്ടുണ്ട്. കൊളമ്പന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നാൽ മാത്രമേ മരണകാരനെ സംബന്ധിച്ചുള്ള കൂടുതൽ വ്യക്തത കൈവരികയുള്ളൂ. ഏതായാലും ഇപ്പോൾ ഇൻക്വസ്റ്റ് നടപടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രിയ, ശരി, കുട്ടനാണ് വിവരങ്ങൾ നൽകിയത്. തിരുവനന്തപുരത്ത് സ്വർണ്ണ വ്യാപാരി ആക്രമിച്ച് 1.5 കിലോ സ്വർണം കവർന്നു. തിരുവനന്തപുരം മുക്കോലക്കൽ ക്ഷേത്രത്തിന് സമീപമാണ് കവർച്ച നടന്നത്. വ്യാപാരിയെ പിന്തുടർന്ന് എത്തിയ സംഘം കാറിന്റെ ചില്ല് തകർത്ത് മുളകുപൊടി വിതറിയാണ് കവർച്ച നടത്തിയത്. അക്രമികൾ കവർച്ച നടത്തുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ കൈരളി ന്യൂസിന് ലഭിച്ചു. തിരുവനന്തപുരം കല്ലുംമൂട് സ്വദേശിയായി ബിനുവിനെ ആക്രമിച്ചാണ് സ്വർണം കവർന്നത്. രാവിലെ 5:30യോടുകൂടിയാണ് നഗരത്തിനടുത്ത മുക്കോലക്കൽ ക്ഷേത്രത്തിന് സമീപത്തെ പൊയ്യാട് ജംഗ്ഷനിൽ വെച്ച് വ്യാപാരിയെ ആക്രമിച്ച് സ്വർണ്ണ കവർച്ച നടന്നത്. തൃശൂരിൽ നിന്നും ഗുരുവായൂർ എക്സ്പ്രസിൽ സ്വർണവുമായി വന്നിറങ്ങിയ കല്ലുമൂട് സ്വദേശിയായ ബിനുവിനെയാണ് KL 36 H1102 എന്ന വെളുത്ത വാഗണർ കാറിലെത്തിയ അക്രമി സംഘം ആക്രമിച്ചത്. ബിനു സഞ്ചരിക്കുന്ന കാറിന്റെ ചില്ലുകൾ തകർത്ത അക്രമി സംഘം മുളകുപൊടി മുഖത്തേക്ക് വിതറിയ ശേഷമായിരുന്നു കവർച്ച നടത്തിയത്. തമിഴ്നാട് അരുമനയിലുള്ള ജ്വല്ലറിയിലേക്ക് സ്വർണവുമായി എത്തിയതായിരുന്നു കല്ലുമൂട് സ്വദേശിയായ ബിനു. അക്രമി സംഘം ബിനുവിനെ ആക്രമിക്കുന്ന CCTV ദൃശ്യങ്ങൾ പുറത്തായി. അക്രമം അറിഞ്ഞയുടനെ ഫോർട്ട് SI വിമൽ സംഭവസ്ഥലത്ത് എത്തി. ഷാഡോ പോലീസ് പ്രതികൾക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട്. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.
കോൺഗ്രസ് നേതാവിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങി പ്രവാസി മലയാളിയെ ദ്രോഹിച്ച് കോട്ടയം നഗരസഭ. സംസ്ഥാന സർക്കാർ കെട്ടിടം ക്രമപ്പെടുത്തിയിട്ടും കൺവെൻഷൻ സെന്ററിന് കോട്ടയം നഗരസഭ അനുമതി നൽകുന്നില്ല. കോൺഗ്രസ് നേതാവ് ജെ.ജി. പാലക്കലോടിക്ക് വേണ്ടിയാണ് പ്രവാസിയെ 1.5 വർഷമായിട്ടും UDF ഭരിക്കുന്ന നഗരസഭ ദ്രോഹിക്കുന്നത്. മികച്ച 100 പ്രവാസി വ്യവസായികളുടെ പട്ടികയിൽ ഇടം പിടിച്ച ദുബായ് വ്യവസായി ഉമ്മൻ IP-യാണ് ദുര്യോഗം. കോട്ടയം ഈരയിൽക്കടവിൽ കോടികൾ മുടക്കി നിർമ്മിച്ച ആൻസ് കൺവെൻഷൻ സെന്റർ നഗരസഭയുടെ പ്രതികാരത്തിൽ കാടുപിടിച്ചു തുടങ്ങി. കൺവെൻഷൻ സെന്ററിന് സമീപം കോൺഗ്രസ് നേതാവ് ജെ.ജി. പാലക്കലോടി സർഫാസി നിയമപ്രകാരം കൈവശപ്പെടുത്തിയ വസ്തു വൻവിലയ്ക്ക് പ്രവാസിയെ കൊണ്ട് ഏറ്റെടുപ്പിക്കാനുള്ള സമ്മർദ്ദമാണ് നഗരസഭയുടെ പ്രതികാര നടപടിക്ക് പിന്നിൽ. കോൺഗ്രസ് നേതാവിന്റെ വസ്തു വാങ്ങിയാൽ പ്രശ്നം പരിഹരിക്കാമെന്നാണ് കോട്ടയം നഗരാസൂത്രക പ്രവാസി വ്യവസായിക്ക് മുന്നിൽ വെച്ച ഉപാധി. അവർ ഉപാധി വെച്ചിരിക്കുന്നത് പാലക്കലോടിയുടെ സ്ഥലം മേടിച്ചു കഴിഞ്ഞാൽ ഗവൺമെന്റിലേക്ക് ക്രമവൽക്കരണത്തിന് പൈസ കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ, നിങ്ങൾ ആ സ്ഥലം അങ്ങ് വാങ്ങിച്ചോളൂ, പിന്നെ എന്തിനാണ് ക്രമവൽക്കരണം ചെയ്ത് ഞാൻ നിങ്ങൾക്ക് അപ്രൂവ് ചെയ്തു തരാം. ട്രാവൻകൂർ പ്ലൈവുഡ് ഫാക്ടറി വാങ്ങി നവീകരിച്ചാണ് കൺവെൻഷൻ സെന്റർ നിർമ്മിച്ചത്. നവീകരണ അനുമതി നൽകിയ നഗരസഭ തന്നെ 2017 അനധികൃതമെന്ന് ചൂണ്ടിക്കാട്ടി 1.5 വർഷം നിർമ്മാണം തടഞ്ഞു. കോൺഗ്രസ് നേതാവിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങി കോട്ടയം നഗരസഭ അധികൃതർ സർക്കാർ ഉത്തരവുകളും മറ്റ് കത്തുകളും വെച്ച് താമസിപ്പിച്ച് പ്രവാസിയെ ബുദ്ധിമുട്ടിപ്പിക്കുകയാണ്. 98% വർക്ക് കംപ്ലീറ്റ് ചെയ്തു. എനിക്കിപ്പോൾ ഇവിടെ കിട്ടാനുള്ളത് നഗരസഭയിൽ നിന്നുള്ള ഓക്യുപ്പൻസി സർട്ടിഫിക്കറ്റ് മാത്രമാണ്. അതിനുവേണ്ടിയാണ് കഴിഞ്ഞ മാസങ്ങളായിട്ട് ഞാൻ ഇതിന്റെ പുറകെ നടക്കുന്നത്. 2019 മാർച്ച് 25 കെട്ടിടം സംസ്ഥാന സർക്കാർ ക്രമപ്പെടുത്തി ഉത്തരവ് നൽകി. കോമ്പൗണ്ട് ഫീസിന്റെ 50% തുകയായ 7,19,850 രൂപ ട്രഷറിയിൽ ഒടുക്കി. പക്ഷേ ബാക്കി തുക സ്വീകരിക്കാൻ നഗരസഭ ഇപ്പോഴും തയ്യാറാകുന്നില്ല. നഗരസഭയും ടൗൺ പ്ലാനറും ഉയർത്തിയ ഒത്തിരി കടമ്പകൾ കടന്നാണ് സംസ്ഥാന സർക്കാർ കെട്ടിടം ക്രമപ്പെടുത്തി ഉത്തരവിട്ടത്. അതിനുശേഷവും ഓക്യുപ്പൻസി സർട്ടിഫിക്കറ്റ് നൽകുന്നത് നീട്ടിക്കൊണ്ടുപോകാനാണ് കോട്ടയം നഗരസഭ ശ്രമിക്കുന്നത്. ക്യാമറാമാൻ സാംജിത് അർപ്പൂക്കരയോടൊപ്പം കോട്ടയത്ത് നിന്നും TP പ്രശാന്ത്, കൈരളി ന്യൂസ്. സംവിധായകൻ ബാബു നാരായണൻ അന്തരിച്ചു. 59 വയസ്സായിരുന്നു. ഇന്ന് രാവിലെ 6:45 തൃശൂരിലായിരുന്നു അന്ത്യം. അർബുദ രോഗത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നു. സംവിധായകൻ അനിൽകുമാറുമായി ചേർന്ന് അനിൽ ബാബു എന്ന പേരിൽ 24ഓളം ചിത്രങ്ങൾ സംവിധാനം ചെയ്തു. മാന്ത്രിക ചെപ്പ്, സ്ത്രീധനം, കുടുംബവിശേഷം, അരമന വീടും 500 ഏക്കറും, കളിയൂഞ്ഞാൽ, പട്ടാഭിഷേകം തുടങ്ങിയവയാണ് പ്രധാന ചിത്രങ്ങൾ. 2004 പറയാമെന്ന ചിത്രത്തിന് ശേഷം സംവിധാനത്തിൽ നിന്ന് വിട്ടുനിന്നു. 2013 നൂറാ വിത്ത് ലവ് എന്ന ചിത്രത്തിലൂടെ സ്വതന്ത്ര സംവിധായകനായി തിരിച്ചെത്തി. പശുക്കടത്ത് ആരോപിച്ച് സംഘപരിവാർ പ്രവർത്തകൻ തല്ലിക്കൊന്ന ക്ഷീരകർഷകനെതിരെ കുറ്റപത്രം സമർപ്പിച്ച് കോൺഗ്രസ് സർക്കാർ. രാജസ്ഥാനിലെ കോൺഗ്രസ് സർക്കാരാണ് 2017 കൊല്ലപ്പെട്ട കർഷകനായ പെഹ്ലുഖാനെ ഇപ്പോഴും വേട്ടയാടുന്നത്. പശുക്കടത്തൽ നിയമപ്രകാരം പെഹ്ലുഖാനെയും 2 മക്കളെയും പ്രതിയാക്കി രാജസ്ഥാനിലെ അശോക് ഗെഹ്ലോട്ട് സർക്കാർ കുറ്റപത്രം സമർപ്പിച്ചു. ആക്രമിച്ച് കൊലപ്പെടുത്തിയ സംഘപരിവാർ പ്രവർത്തകരെ കുറിച്ച് കോൺഗ്രസ് സർക്കാർ സമർപ്പിച്ച കുറ്റപത്രത്തിൽ പരാമർശമില്ല. ഒന്നാം NDA സർക്കാരിന്റെ കാലത്ത് രാജ്യത്ത് ഏറെ വിവാദം സൃഷ്ടിച്ച പശുക്കൊലകളിലൊന്നായിരുന്നു രാജസ്ഥാനിലെ പെഹ്ലുഖാൻ എന്ന ക്ഷീരകർഷകന്റെ കൊലപാതകം. ഡയറി ഫാം നടത്തുകയായിരുന്ന മുസ്ലിമായ പെഹ്ലുഖാനെ 2017 ഏപ്രിൽ 1 സംഘപരിവാർ പ്രവർത്തകർ ആക്രമിച്ച് കൊലപ്പെടുത്തി. വളഞ്ഞിട്ട് അടിച്ചു കൊല്ലുന്ന ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിക്കുകയും ചെയ്തു. സംഭവം വിവാദമായതോടെ അന്ന് രാജസ്ഥാനിൽ ഭരണത്തിലുണ്ടായിരുന്ന വസുന്ധരാജ സിന്ധ്യ സർക്കാർ പെഹ്ലുഖാന്റെ മരണമൊഴി രേഖപ്പെടുത്തി. പക്ഷേ ആക്രമിച്ചവർക്കെതിരെ കേസെടുത്തില്ല. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രചാരണ വിഷയമായതോടെ ന്യൂനപക്ഷ വോട്ടുകൾ കോൺഗ്രസിന് ലഭിച്ചു. എന്നാൽ അധികാരത്തിലെത്തിയ അശോക് ഗെഹ്ലോട്ടിന്റെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് സർക്കാർ സംഘപരിവാർ പ്രവർത്തകരെ മുഴുവൻ വെള്ളപൂശി കൊല്ലപ്പെട്ട പെഹ്ലുഖാനെയും കുടുംബത്തെയും വേട്ടയാടുന്നത് തുടരുന്നു. മെയ് 29 ബഹ്റൈൻ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് മുമ്പിൽ ഫയൽ ചെയ്ത കുറ്റപത്ര പ്രകാരം മരിച്ച പെഹ്ലുഖാൻ പശുക്കടത്ത് നിരോധന നിയമപ്രകാരം 1-ാം പ്രതി. മക്കളായ 25 വയസ്സുകാരൻ നിർഷാദും ഇളയ സഹോദരൻ ആരിഫും സഹപ്രതികൾ. ആക്രമിച്ച് കൊലപ്പെടുത്തിയവരെ കുറിച്ച് പരാമർശം പോലുമില്ല. സമാനമായ കുറ്റപത്രം നേരത്തെ BJP സർക്കാർ തയ്യാറാക്കിയപ്പോൾ കോൺഗ്രസ് ദേശീയതലത്തിലും സംസ്ഥാന തലത്തിലും പ്രതിഷേധിച്ചിരുന്നു. മുസ്ലിങ്ങൾക്കെതിരായ ആക്രമണങ്ങൾ രാജ്യത്ത് വർദ്ധിച്ചു വരുന്നുവെന്ന് കഴിഞ്ഞ ദിവസം പാർലമെന്റിലും ചൂണ്ടിക്കാട്ടിയ കോൺഗ്രസാണ് അധികാരത്തിലുള്ള രാജസ്ഥാനിൽ ന്യൂനപക്ഷങ്ങളെ പ്രതിക്കൂട്ടിൽ നിർത്തുന്നത്. കൈരളി ന്യൂസ്, ദില്ലി. നെടുമങ്ങാട് ദുരൂഹ സാഹചര്യത്തിൽ കിണറ്റിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ പെൺകുട്ടിയുടെ മൃതദേഹം പുറത്തെടുത്തു. പെൺകുട്ടിയുടെ മരണത്തിൽ ദുരൂഹത ആരോപിച്ച് നാട്ടുകാർ. പെൺകുട്ടിയുടെ ബന്ധുവിന്റെ വാക്കുകളിലേക്ക്. ചോറൊക്കെ ഉച്ചയ്ക്ക് ശേഷം വീട്ടിലേക്ക് ചോറും കൊണ്ടുപോയി. അത് കഴിഞ്ഞ് 13-ാം തീയതി മോളെ വിളിച്ച് പറയുന്നു
കുഞ്ഞിനെ കാണാനില്ല. അപ്പോൾ അങ്ങനെ അവർ തിരുപ്പതി പോകണമെന്നാണ് നമ്മളിത് വിളിച്ച് 13-ാം തീയതി തലയെ വിളിച്ച് പറഞ്ഞത്. പോലീസിനെ അറിയിക്കല് കൊച്ചിനെ കൊണ്ട് ഞങ്ങൾ വരുള്ളൂ എന്നാണ് പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അങ്ങോട്ട് വിളിച്ചപ്പോൾ ഫോൺ കട്ടായി. പിന്നെ തള്ള വിളിച്ചപ്പോൾ ഒരിക്കലെടുത്തു. അപ്പോൾ പറഞ്ഞു അമ്മ ഒരു കാരണവശാലും പോലീസിനെ അറിയിക്കല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ തള്ള പറഞ്ഞു മക്കളെ നീ ഇനി കൊച്ചിനെ നമ്മൾ പിന്നെ തിരക്കാൻ ആരെങ്കിലും കണ്ടുപിടിക്കാം, പോലീസ് പരാതി കൊടുക്കാം. അത് ഒരിക്കലും വേണ്ടെന്ന് പറഞ്ഞു. എന്നിട്ട് അവൾ വീണ്ടും വിളിച്ച് പറഞ്ഞ് വീട്ടു സാധനം മാറ്റാൻ പറഞ്ഞു. വീട്ടു സാധനം മാറ്റാൻ വേണ്ടി ഞാനും എൻ്റെ വൈഫും എത്തി. വ്യാഴാഴ്ച അവിടെ എത്തി. വ്യാഴാഴ്ച എത്തിയപ്പോഴത്തേക്ക് അവർ വീട്ടു സാധനം തരില്ല, ഇവരില്ലാത്തൊന്നും സാധനം തരില്ല. ഇവരുടെ പേരനാണ്, എവിടെ പേരല്ല, എൻ്റെ പയ്യൻ്റെ പേരനാണ് ഇവിടെ വാടകയ്ക്ക് കൊടുക്കുന്നത്. സ്ഥലത്തെ കൗൺസിലർ നമ്മളോട് പ്രതികരിക്കുകയുണ്ടായി. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് പറഞ്ഞത്. ഇന്നലെ വൈകുന്നേരത്തോടുകൂടിയാണ് ഈ വിഷയം ഈ നാട്ടുകാരും ഞാനും ഒക്കെ അറിയുന്നത്. ഞാൻ ഈ വാർഡിലെ മുൻ കൗൺസിലറാണ്, ഇത് പൊതുപ്രവർത്തനമാണ്. ഈ കുട്ടിയെയും തള്ളയെയും നേരത്തെ അറിയാം, ഈ പയ്യനെ അറിയാം. പയ്യൻ്റെ വീടിന് മുന്നിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ 10-ാം തീയതി ഈ 2 അമ്മയും മകളും മിസ്സിംഗ് ആണെന്നുള്ള വാർത്ത നമ്മളുമൊക്കെ അറിയുന്നു. അവർ സ്റ്റേഷനിൽ 3-4 ദിവസം കഴിഞ്ഞപ്പോൾ അവർ പരാതി കൊടുക്കുന്നു. ഇപ്പോൾ കുട്ടിയുടെ മുത്തശ്ശനുമായി സംസാരിച്ചപ്പോൾ 10-ാം തീയതി ഈ മുത്തശ്ശൻ്റെ വീട്ടിൽ മഞ്ചയിൽ ചെന്ന് ഈ കുട്ടി ഉച്ചയ്ക്ക് ഊണ് കഴിച്ചു. വൈകുന്നേരത്തേക്ക് അവളുടെ അമ്മയ്ക്കും കൂടി ഭക്ഷണം വാങ്ങിച്ചുകൊണ്ടാണ് വീട്ടിൽ വരുന്നത്. 13-ാം തീയതി ഈ കുട്ടിയുടെ അമ്മ മഞ്ജുഷ അവളുടെ അച്ഛനെയും അമ്മയും വിളിച്ച് പറയുന്നു ഈ കുട്ടിയെ കാണുവാനില്ല, തമിഴ്നാട്ടിൽ ഏതോ ഒരു പയ്യൻ്റെ കൂടെ ഒളിച്ചോടിയിരിക്കുകയാണ്. അപ്പം ഞങ്ങൾ തിരുപ്പതിയിൽ അവളെ തിരക്കി പോവുകയാണ്, പോലീസിൽ പരാതി അറിയിക്കണ്ട. അപ്പോൾ അവളുടെ അച്ഛനും അമ്മയും പറയുന്നത് പോലീസ് നമുക്കറിയാം, നീ പോകണ്ടെന്ന്. അത് വേണ്ട, പോലീസിൽ അറിയിക്കണ്ട, ഞങ്ങൾ അങ്ങോട്ട് തിരക്കാനായിട്ട് പോവുകയാണെന്ന് പറഞ്ഞു. പിന്നെ അതിനുശേഷം ഇവർ നമ്മൾ കോൺടാക്ട് ഇല്ല. വീണ്ടും ഇതൊരു ബന്ധമില്ലാത്തതുകൊണ്ടാണ് 13-ാം തീയതി ശേഷമാണ് ഈ കുട്ടിയുടെ മുത്തശ്ശനും മുത്തശ്ശിയാണ് പരാതി നെടുമങ്ങാട് സ്റ്റേഷനിൽ കൊടുക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിലാണ് ഇവർ ഫോൺ ട്രേസ് ചെയ്തുകൊണ്ട് ഇന്നലെ തമിഴ്നാട്ടിലെ ചെങ്കൽ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് ഇവരെ പിടികൂടുന്നത്. അപ്പോൾ അതിനുശേഷം ഇന്നലെ 7:30 മണിയോടുകൂടി പോലീസ് ഇവിടെ എത്തുകയും ഈ അനീഷിന്റെ വീടും തൊട്ടടുത്ത് കിടക്കുന്ന നമ്മളിപ്പം കണ്ട പൊട്ടക്കിണറുമൊക്കെ അവർ സീൽ ചെയ്തു പോലീസിന്റെ വലയത്തിനകത്താക്കി. അപ്പോഴാണ് ഈ നാട്ടുകാരി വാർത്തകൾ അറിയുന്നത്. വിവരങ്ങളുമായി ജീവൻ ചേരുന്നുണ്ട്. ജീവൻ, ഈ മരിച്ച പെൺകുട്ടിയുടെ ബന്ധുവിന്റെയും അവിടുത്തെ സ്ഥലത്തെ കൗൺസിലറിന്റെ വാക്കുകളാണ് നമ്മൾ കേട്ടത്. ഈ ഒരു മരണവുമായി ബന്ധപ്പെട്ട് ധാരാളം ദുരൂഹതയാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. പുറത്തു വരുന്ന കാര്യങ്ങളും അങ്ങനെയാണ്. ജീവന് മനസ്സിലാക്കാൻ സാധിച്ച വിവരങ്ങൾ എന്തൊക്കെയാണ്? പ്രിയ സൂചിപ്പിച്ചത് വളരെ ശരിയാണ്. കാരണം 10-ാം തീയതി ഈ അപ്പൂപ്പനായ രാജേന്ദ്രന്റെയും മുൻ കൗൺസിലറായ ക്ലീറ്റസിന്റെയും വെളിപ്പെടുത്തൽ പ്രകാരം 10-ാം തീയതി, അതായത് ജൂൺ മാസം 10-ാം തീയതി ഉച്ചയോടുകൂടി ഈ പെൺകുട്ടി ഇവരുടെ അപ്പൂപ്പന്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. അന്നാണ് ഇവർ അവസാനമായി പെൺകുട്ടിയെ കാണുന്നത്. 10-ാം തീയതിക്ക് ശേഷം ഈ പെൺകുട്ടിയുമായി ഈ ബന്ധപ്പെടാനോ ഒന്നും കഴിഞ്ഞിട്ടില്ല. 13-ാം തീയതിയാണ് ഈ പെൺകുട്ടിയുടെ അമ്മയായ മഞ്ജുഷ തന്റെ അച്ഛനായ രാജേന്ദ്രനെ വിളിച്ചിട്ട് പെൺകുട്ടിയെ കാണാനില്ല, തമിഴ്നാട് സ്വദേശിയായ ഒരാളുമായി പെൺകുട്ടി ഒളിച്ചോടിയതായി പറയുന്നത്. തങ്ങൾ ഇവരെ തപ്പി തിരുപ്പതിയിലേക്ക് പോവുകയാണ് എന്നാണ് പറഞ്ഞത്. അതിനുശേഷം ഇവർക്ക് ബന്ധുക്കളുമായി യാതൊരു തരത്തിലുള്ള വിവരവും ഉണ്ടായിരുന്നില്ല. മകളെ പറ്റിയും ചെറുമകളെ പറ്റിയും യാതൊരു വിവരവും ഇല്ലാത്തതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവർ പിന്നീട് നെടുമങ്ങാട് പോലീസിൽ പരാതി കൊടുക്കുന്നത്. ഇപ്പോൾ ഈ പെൺകുട്ടിയുടെ അമ്മയായ മഞ്ജുഷ അവർ കുരിശടി കാരാന്തല കുരിശടിയിൽ മഞ്ജുവിനെയും വിടമല സ്വദേശിയായ അനീഷിനെയും ഇപ്പോൾ തമിഴ്നാട് നിന്ന് നെടുമങ്ങാട് പോലീസ് പിടികൂടിയിട്ടുണ്ട്. ഇരുവരെയും ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണുള്ളത്. പെൺകുട്ടിയുടെ മൃതദേഹം പുറത്തെടുത്തിട്ടുണ്ട്. പെൺകുട്ടിയുടെ മൃതദേഹത്തിന് എത്ര ദിവസത്തെ പഴക്കമുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇത് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ഇവർ പറയുന്നതുമായി ബന്ധപ്പെട്ട നിലവിൽ വലിയ ദുരൂഹതകളാണ് ഈ കാര്യത്തിൽ ഉയരുന്നത്. സംശയാസ്പദമായ പെരുമാറ്റവും പരസ്പര വിരുദ്ധവുമായുള്ള മറുപടികളാണ് ഇവർ പറയുന്നത്. എന്തായാലും നെടുമങ്ങാട് പെൺകുട്ടിയുടെ മൃതദേഹം കിണറ്റിൽ കണ്ടെത്തിയ സംഭവത്തിൽ ഇപ്പോൾ അമ്മയും കാമുകനെയും പോലീസ് പിടികൂടിയിരിക്കുകയാണ്. അവരുടെ മൊഴിയെടുക്കാനായി പോലീസ് കൊണ്ടുപോയിരിക്കുന്നു. 19 ദിവസത്തെ പഴക്കം ഈ മൃതദേഹത്തിന് ഉണ്ടെന്ന സൂചനയാണ് ലഭിക്കുന്നത്. വ്യക്തമല്ല, പരിശോധനകൾക്ക് ശേഷം ഇക്കാര്യം മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. സ്ഥലത്തെ കൗൺസിലറിന്റെയും ഈ പെൺകുട്ടിയുടെ ബന്ധുവിന്റെയും പ്രതികരണം നമുക്ക് ലഭിക്കുകയുണ്ടായി. ഇതിന്റെ വിശദാംശങ്ങളാണ് ജീവൻ നൽകിയത്. നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ അടുത്തു നിൽക്കെ പ്രതിസന്ധിയിൽ നിന്ന് കരകയറാതെ കോൺഗ്രസ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സംസ്ഥാനങ്ങളിലെ പുനഃസംഘടന ഉടൻ നടപ്പാക്കാനാണ് പാർട്ടി ലക്ഷ്യം. ദില്ലി ബ്ലോക്ക് കമ്മിറ്റികൾ കഴിഞ്ഞ ദിവസം പിരിച്ചുവിട്ടു. എന്നാൽ രാഹുൽ രാജിയിൽ ഉറച്ചു നിൽക്കുന്നതും പാർട്ടിയിലെ കൂട്ടരാജിയും നേതൃത്വത്തെ കൂടുതൽ പ്രതിസന്ധിയിലാക്കി.
നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന സംസ്ഥാനങ്ങളിലെ നേതാക്കളുമായി രാഹുൽ കൂടിക്കാഴ്ച നടത്തുന്നുണ്ടെങ്കിലും കോൺഗ്രസിൽ പ്രതിസന്ധി രൂക്ഷമാണ്. രാഹുൽ ഗാന്ധി രാജിവെക്കുമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുന്ന സാഹചര്യത്തിൽ പാർട്ടിക്കകത്തെ കൂട്ടരാജിയാണ് ഇപ്പോഴത്തെ വെല്ലുവിളി. ജനറൽ സെക്രട്ടറിമാരും വർക്കിംഗ് പ്രസിഡന്റുമാരും അടക്കം 120ഓളം പേരാണ് രാജിക്കത്ത് നൽകിയത്. അതിനിടയിൽ മിക്ക സംസ്ഥാനങ്ങളിലും പാർട്ടിയുടെ നില പരിങ്ങല്ലുമാണ്. കർണാടക PCC നേരത്തെ തന്നെ പിരിച്ചുവിട്ടു. ഇതുകൂടാതെ ഉത്തർപ്രദേശിലെ ജില്ലാ കമ്മിറ്റികളും AICC പിരിച്ചുവിട്ടിട്ടുണ്ട്. ഇതിനു പുറമെയാണ് ദില്ലിയിലെ ബ്ലോക്ക് കമ്മിറ്റികൾ ഷീല ദീക്ഷിതും പിരിച്ചുവിട്ടത്. ദില്ലി, ഹരിയാന, ഛത്തീസ്ഗഡ്, മഹാരാഷ്ട്ര എന്നീ സംസ്ഥാനങ്ങളിലാണ് തെരഞ്ഞെടുപ്പ് നടക്കേണ്ടത്. ഇതിനിടയിൽ പുനഃസംഘടനയിലേക്ക് നീങ്ങുമ്പോൾ അത് സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് തിരിച്ചടി ലഭിക്കാനുള്ള സാധ്യതയുമുണ്ട്. ഇന്നലെ ഛത്തീസ്ഗഡിൽ പുതിയ അധ്യക്ഷനായി മോഹൻ മാർക്കത്തെ AICC നിയമിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നേ ഈ സംസ്ഥാനങ്ങളിലെ പുനഃസംഘടനയാണ് പാർട്ടിയുടെ ലക്ഷ്യം. എന്നാൽ രാഹുൽ ഗാന്ധിയുടെ നിലപാടിൽ പ്രതിസന്ധിയിലായിരിക്കുന്ന നേതൃത്വത്തിന് പുനഃസംഘടനാ പ്രവർത്തനങ്ങളിൽ ആശങ്കയുമുണ്ട്. കൈരളി ന്യൂസ്, ദില്ലി. മമതാ സർക്കാരിന്റെ വിവാദ ഉത്തരവിനെതിരെ പ്രതിഷേധം ശക്തം. 70% കൂടുതൽ മുസ്ലിം വിദ്യാർത്ഥികളുള്ള സ്കൂളുകളിൽ ഡൈനിംഗ് ഹാൾ നിർമ്മിക്കണമെന്ന ഉത്തരവിനെതിരെയാണ് പ്രതിഷേധം. മതത്തിന്റെ പേരിൽ കുട്ടികളെ വിഭജിക്കാൻ അനുവദിക്കില്ലെന്ന് CPIM വ്യക്തമാക്കി. 70% കൂടുതൽ മുസ്ലിം വിദ്യാർത്ഥികളുള്ള സർക്കാർ സ്കൂളുകളുടെയും എയ്ഡഡ് സ്കൂളുകളുടെയും ലിസ്റ്റ് നൽകണമെന്ന ന്യൂനപക്ഷ മന്ത്രാലയത്തിന്റെ ഉത്തരവിനെതിരെയാണ് പ്രതിഷേധം ശക്തമായത്. 70% കൂടുതൽ ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾ പഠിക്കുന്ന വിദ്യാലയങ്ങളിൽ ഡൈനിംഗ് ഹാൾ നിർമ്മിക്കണമെന്നും ഉത്തരവിൽ നിർദ്ദേശമുണ്ട്. എന്നാൽ മതത്തിന്റെ പേരിൽ കുട്ടികളെ വിഭജിക്കുകയാണെന്ന വിമർശനമാണ് ശക്തമായത്. മമതാ സർക്കാരിന്റെ നീക്കത്തിനെതിരെ CPIM രംഗത്തു വന്നു. മതത്തിന്റെ പേരിൽ കുട്ടികളെ വിഭജിക്കുന്നത് അംഗീകരിക്കാനാവില്ലെന്ന് CPIM MLA സുജൻ ചക്രവർത്തി വ്യക്തമാക്കി. ഡൈനിംഗ് ഹാൾ നിർമ്മിക്കുകയാണെങ്കിൽ എല്ലാ കുട്ടികൾക്കും വേണ്ടിയാകണമെന്നും സുജൻ ചക്രവർത്തി ആവശ്യപ്പെട്ടു. കോൺഗ്രസും BJP മമതാ സർക്കാരിനെതിരെ രംഗത്തു വന്നിട്ടുണ്ട്. അതേസമയം പ്രതിഷേധം ശക്തമായതോടെ സ്കൂളുകളുടെ പുരോഗതി മാത്രമാണ് ലക്ഷ്യമെന്നും എല്ലാ വിദ്യാർത്ഥികൾക്കും വേണ്ടിയാണ് ഉത്തരവിറക്കിയതെന്നുമെന്ന ന്യായീകരണവുമായി സംസ്ഥാന സർക്കാരും രംഗത്തു വന്നു. വരും ദിവസങ്ങളിലും ഉത്തരവിനെതിരെ പ്രതിഷേധം ശക്തമാക്കാനാണ് പ്രതിപക്ഷ പാർട്ടികളുടെ തീരുമാനം. കൈരളി ന്യൂസ്, ദില്ലി. കേരള പുനർനിർമ്മാണ പദ്ധതിക്ക് ലോകബാങ്കിൽ നിന്നും 1726 കോടി രൂപയുടെ ധനസഹായം. ധനസഹായത്തിനായുള്ള കരാറിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും ലോകബാങ്കും ഒപ്പുവെച്ചു. ജലവിതരണം, കാർഷിക മേഖലയുടെ പുനരുജ്ജീവനം, റോഡ് പുനർനിർമ്മാണം, സംസ്ഥാനത്തിന്റെ സാമ്പത്തിക ശേഷിയുടെ മെച്ചപ്പെടുത്തൽ എന്നിവയ്ക്കായാണ് സഹായം അനുവദിച്ചത്. പ്രളയാനന്തര പുനർനിർമ്മാണത്തിനായി ലോകബാങ്കിൽ നിന്നും 1726 കോടി രൂപയുടെ ധനസഹായമാണ് കേരളത്തിന് ലഭിക്കുന്നത്. ക്ലൈമറ്റ് റെസിലിയൻസ് പ്രോഗ്രാമിലൂടെയാണ് ലോകബാങ്ക് സഹായത്തിന്റെ ആദ്യ ഗഡു അനുവദിച്ചത്. സംസ്ഥാന പങ്കാളിത്തത്തോടെയുള്ള ലോകബാങ്കിന്റെ ഇന്ത്യയിലെ ആദ്യത്തെ പദ്ധതിയാണിത്. 30 വർഷത്തേക്കാണ് കരാർ. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അമേരിക്കൻ സന്ദർശന സമയം ലോകബാങ്കിന്റെ ഇന്ത്യൻ പ്രതിനിധിയുമായി നടത്തിയ ചർച്ചയുടെ ഫലമായിട്ടാണ് ലോകബാങ്കിന്റെ ബോർഡ് യോഗം കേരളത്തിന് സഹായം നൽകുന്നതിൽ തീരുമാനമെടുത്തതും ഇപ്പോൾ ലഭ്യമാക്കിയതും. നാശനഷ്ടം സംബന്ധിച്ചുള്ള പഠന റിപ്പോർട്ടും അവർ പരിശോധിച്ചിരുന്നു. മഹാപ്രളയത്തിൽ സംസ്ഥാനത്തിന് നേരിടേണ്ടി വന്ന നഷ്ടങ്ങൾ നികത്തുന്നതിനു വേണ്ടിയുള്ള സാമ്പത്തിക സഹായം കൂടിയാണിത്. പ്രളയം നാശം വിതച്ചവരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിനും ഉപജീവന മാർഗങ്ങൾ ഒരുക്കുന്നതിനും സംസ്ഥാനത്തിന്റെ അടിസ്ഥാന സൗകര്യ ധനകാര്യശേഷികൾ ശക്തിപ്പെടുത്തുന്നതിനുമാണ് പ്രാഥമിക ഊന്നൽ. ജലവിതരണത്തിനുള്ള അടിസ്ഥാന ശൃംഖല മെച്ചപ്പെടുത്തുക, കാർഷിക മേഖലയുടെ പുനരുജ്ജീവനം, കാർഷിക വിളകൾക്കുള്ള ഇൻഷുറൻസ് മെച്ചപ്പെടുത്തൽ, റോഡ് പുനർനിർമ്മാണം, അതീവ അപകടസാധ്യതാ മേഖലയിലെ ഭൂപ്രകൃതിയുടെ കൃത്യമായ വിവരശേഖരണം, സംസ്ഥാനത്തിന്റെ സാമ്പത്തിക ശേഷിയുടെ മെച്ചപ്പെടുത്തൽ തുടങ്ങിയവയ്ക്കും തുക വിനിയോഗിക്കും. കൈരളി ന്യൂസ്, തിരുവനന്തപുരം. UDF സർക്കാരിന്റെ കാലത്ത് പൊതുമരാമത്ത് വകുപ്പിൽ നടന്ന മറ്റൊരു വൻ ക്രമക്കേട് കൂടി പുറത്ത്. കരാറുകാരെ സഹായിക്കാൻ ധനവകുപ്പിന്റെ സോഫ്റ്റ്വെയറിൽ കൃത്രിമരേഖ ഉണ്ടാക്കിയതിന് ഉദ്യോഗസ്ഥയ്ക്ക് സസ്പെൻഷൻ. പൊതുമരാമത്ത് വകുപ്പിലെ ഡിവിഷണൽ അക്കൌണ്ടന്റ് BS ദീപയെയാണ് ധനകാര്യ അഡീഷണൽ ചീഫ് സെക്രട്ടറി സസ്പെൻഡ് ചെയ്തത്. കരാറുകാരുടെ സീനിയോറിറ്റി ലിസ്റ്റിൽ ക്രമക്കേട് നടത്തിയെന്ന ധനകാര്യ പരിശോധനാ വിഭാഗത്തിന്റെ കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് സസ്പെൻഷൻ. പൊതുമരാമത്ത് വകുപ്പും കരാറുകാരും തമ്മിലുള്ള എല്ലാ സാമ്പത്തിക ക്രയവിക്രയത്തിന്റെയും ഇടനില നിൽക്കുന്നത് എമിലി എന്ന സോഫ്റ്റ്വെയർ മുഖാന്തരമാണ്. പൊതുമരാമത്ത് വകുപ്പ് ഏൽപ്പിച്ച പണി പൂർത്തീകരിച്ച കരാറുകാരുടെ സീനിയോറിറ്റി ലിസ്റ്റ് തയ്യാറാക്കുന്നതും മുൻഗണനാ ക്രമത്തിനനുസരിച്ച് തുക കൈമാറ്റം ചെയ്യുന്നതിനും എമിലി സോഫ്റ്റ്വെയർ ആണ് ധനവകുപ്പിനെ സഹായിക്കുന്നത്. അടങ്കൽ തുക ലഭിക്കണമെങ്കിൽ സോഫ്റ്റ്വെയറിനുള്ളിൽ കരാറുമായി ബന്ധപ്പെട്ട് ഒരു വിലാസം രൂപപ്പെടുത്തേണ്ടതുണ്ട്. വിലാസം രൂപപ്പെടുത്തണമെങ്കിൽ നിർമ്മാണം പൂർത്തീകരിക്കുകയും വേണം. എന്നാൽ ഏൽപ്പിച്ച പണി പൂർത്തിയാവും മുമ്പ് ഇഷ്ടക്കാരായ കരാറുകാർക്ക് വേണ്ടി സോഫ്റ്റ്വെയറിനുള്ളിൽ
പൊതുമരാമത്ത് വകുപ്പിന്റെ ഡിവിഷണൽ അക്കൗണ്ടന്റ് BS ദീപ കൃത്രിമമായി ബിൽ ഐഡികൾ സൃഷ്ടിച്ചു എന്നാണ് കണ്ടെത്തൽ. തട്ടിപ്പ് പുറത്തറിയാതിരിക്കാനായി സോഫ്റ്റ്വെയറിലെ എഡിറ്റിംഗ് ഓപ്ഷൻ ഉപയോഗിച്ചാണ് ദീപ കരാറുകാരെ വഴിവിട്ട് സഹായിച്ചത്. 2015-2016 സാമ്പത്തിക വർഷത്തിൽ നടന്ന തട്ടിപ്പാണ് ധനകാര്യ പരിശോധനാ വിഭാഗം പിടികൂടിയത്. 200-ലേറെ വ്യാജ ബിൽ ഐഡികൾ സോഫ്റ്റ്വെയറിൽ നിർമ്മിച്ച് പൊതുമരാമത്ത് കരാറുകാരുടെ സീനിയോറിറ്റി ലിസ്റ്റിൽ ക്രമക്കേട് നടത്തിയെന്ന കണ്ടെത്തലിനെ തുടർന്ന് ദീപയെ ധനകാര്യ അഡീഷണൽ ചീഫ് സെക്രട്ടറി മനോജ് ജോഷി സസ്പെൻഡ് ചെയ്തു. പൊതുമരാമത്ത് വകുപ്പ് കൊച്ചി ഓഫീസിലെ ജീവനക്കാരിയായ ദീപ സ്വദേശമായ തിരുവനന്തപുരത്തേക്ക് ആഴ്ചയിൽ 2 തവണ വിമാനത്തിലാണ് വന്നുപോയിരുന്നത്. സർവീസ് ജീവിതത്തിൽ പലതവണ അച്ചടക്ക നടപടികൾക്ക് വിധേയയായ ദീപ ഇതാദ്യമായിട്ടാണ് സസ്പെൻഷൻ വിധേയയാവുന്നത്. എസ് ജീവൻകുമാർ, തിരുവനന്തപുരം. സ്വാശ്രയ ബില്ലിലെ ഭേദഗതി നിയമമായി. നിയമസഭ പാസാക്കിയ ബില്ലിൽ ഗവർണർ ഒപ്പുവെച്ചു. നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ ഫീസ് നിർണയ സമിതി അംഗങ്ങളുടെ എണ്ണം കുറയ്ക്കും. ഇത് സംബന്ധിച്ച സമിതി ഉടൻ രൂപീകരിക്കാനാണ് സർക്കാർ തീരുമാനം. സ്വാശ്രയ മെഡിക്കൽ കോളേജുകളിലെ ഫീസ് നിർണയത്തിനുള്ള സമിതിയുടെയും പ്രവേശന മേൽനോട്ട സമിതിയുടെയും അംഗസംഖ്യ പകുതിയായി കുറച്ചുകൊണ്ടുള്ള നിയമ ഭേദഗതി ഉത്തരവാണ് കഴിഞ്ഞ ദിവസം രാത്രിയോടെ ഇറങ്ങിയത്. ഗവർണർ ഒപ്പിട്ടതിന് പിന്നാലെയാണ് ഈ ഉത്തരവിറങ്ങിയത്. ഇതോടെ സംസ്ഥാനത്തെ മെഡിക്കൽ പ്രവേശന നടപടികൾ സമയബന്ധിതമായി പൂർത്തിയാക്കാനുള്ള നടപടികൾ സർക്കാർ വേഗത്തിൽ ആരംഭിച്ചു. ചില സ്വാശ്രയ മാനേജ്മെന്റുകൾ ഫീസ് നിർണ്ണയിക്കാതെ MBBS BDS പ്രവേശനം നടത്തില്ലെന്ന നിലപാടിലാണ്. എന്നാൽ ഇവരുമായി അടുത്ത മാസം 3-ന് സർക്കാർ ചർച്ച നടത്തിയേക്കും. അതിനിടെ പ്രവേശന നടപടികൾ സമയബന്ധിതമായി തീർക്കാനുള്ള നടപടികളുമായി മുന്നോട്ടു പോകാൻ സർക്കാർ എൻട്രൻസ് കമ്മീഷണർക്ക് നിർദ്ദേശവും നൽകി. മെഡിക്കൽ ഓപ്ഷൻ രജിസ്ട്രേഷനും 2ാം ഘട്ട എഞ്ചിനീയറിംഗ് അലോട്ട്മെന്റുമുള്ള ഓപ്ഷൻ രജിസ്ട്രേഷൻ നടപടികളും ഇന്നാരംഭിക്കും. പ്രവേശന മേൽനോട്ട സമിതി, ഫീസ് നിയന്ത്രണ സമിതി അംഗസംഖ്യ കുറച്ചുകൊണ്ടുള്ള നിയമ ഭേദഗതി ഉത്തരവിറങ്ങിയതിന് പിന്നാലെ ഇരു സമിതികളും പുനഃസംഘടിപ്പിച്ചുകൊണ്ടുള്ള ഉത്തരവും ഇനി ഇറക്കേണ്ടതുണ്ട്. മേൽനോട്ട സമിതി അംഗങ്ങൾ 5-ഉം ഫീസ് നിയന്ത്രണ സമിതി അംഗസംഖ്യ 6-ഉമായിരിക്കും. ഇരു സമിതികളുടെയും അധ്യക്ഷനായി ജസ്റ്റിസ് രാജേന്ദ്രബാബു തുടർന്നേക്കുമെന്നാണ് സൂചന. കൈരളി ന്യൂസ്, തിരുവനന്തപുരം. ആന്തൂരിൽ സാജന്റ് കൺവെൻഷൻ സെന്റർ നിർമ്മാണത്തിൽ ചട്ടലംഘനമെന്ന റിപ്പോർട്ട്. സിറ്റി ടൗൺ പ്ലാനർ വിജിലൻസിന്റെ റിപ്പോർട്ടിലാണ് 4 ചട്ടലംഘനം കണ്ടെത്തിയത്. റീജിയണൽ ജോയിന്റ് ഡയറക്ടർ നടത്തിയ അന്വേഷണത്തിൽ നഗരസഭാ സെക്രട്ടറിക്ക് ബോധപൂർവമായ വീഴ്ചയുണ്ടായിട്ടില്ലെന്നും കണ്ടെത്തി. റിപ്പോർട്ട് തദ്ദേശ വകുപ്പ് മന്ത്രി AC മൊയ്തീന് കൈമാറി. ആന്തൂരിൽ പാറയിൽ സാജൻ നിർമ്മിച്ച കൺവെൻഷൻ സെന്ററിൽ 4 ചട്ടലംഘനമാണ് സിറ്റി ടൗൺ പ്ലാനർ വിജിലൻസ് കണ്ടെത്തിയത്. ബാൽക്കണിയിൽ അനുവദനീയമായതിനേക്കാൾ കൂടുതൽ സ്ഥലം, കെട്ടിട നിർമ്മാണ ചട്ടത്തിന് വിരുദ്ധമായി തുറസായ സ്ഥലത്തെ നിർമ്മാണം, ശുചിത്വ സംവിധാനം കുറവ്, പ്രധാനമായും 10 യൂറിനറുകളുടെ കുറവാണ് കണ്ടെത്തിയത്. ആവശ്യത്തിന് വാഷ് ബേസിനുകളില്ല. ഭിന്നശേഷിക്കാർക്ക് ഉപയോഗിക്കാൻ വേണ്ടിയുള്ള റാമ്പിന് ചരിവ് കൂടുതലാണ്. 1.2 മീറ്റർ ചരിവ് മാത്രമേ പാടുള്ളൂ എന്നതാണ് ചട്ടം. ഇവയെല്ലാം നേരെയാക്കുകയാണെങ്കിൽ ലൈസൻസ് നൽകാമെന്നും റിപ്പോർട്ട് പറയുന്നു. ആന്തൂർ നഗരസഭാ സെക്രട്ടറി സാജന്റെ അപേക്ഷയിൽ 15ഓളം തടസ്സവാദങ്ങളാണ് നേരത്തെ ഉന്നയിച്ചിരുന്നത്. അതിൽ 8 ഒഴിവാക്കാമെന്ന് അസിസ്റ്റന്റ് എഞ്ചിനീയർ സെക്രട്ടറിയെ അന്ന് അറിയിക്കുകയും ചെയ്തിരുന്നു. CTP വിജിലൻസിന്റെ കണ്ടെത്തലിൽ എന്നാൽ 4 ചട്ടലംഘനങ്ങൾ മാത്രമേയുള്ളൂ എന്നതും ശ്രദ്ധേയം. അതേസമയം റീജിയണൽ ജോയിന്റ് ഡയറക്ടർ നടത്തിയ അന്വേഷണത്തിൽ സെക്രട്ടറിക്ക് സംഭവത്തിൽ ബോധപൂർവമായ വീഴ്ചയുണ്ടായിട്ടില്ലെന്നാണ് കണ്ടെത്തൽ. സാജന്റെ അപേക്ഷയിന്മേൽ കൂടുതൽ വ്യക്തത വരുത്തുക മാത്രമാണ് സെക്രട്ടറി ചെയ്തതെന്നാണ് റിപ്പോർട്ട്. ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും വീഴ്ചയില്ലെന്നാണ് അന്വേഷണത്തിൽ കണ്ടെത്തിയതും. റിപ്പോർട്ട് തദ്ദേശ വകുപ്പ് മന്ത്രി AC മൊയ്തീന് കൈമാറി. റിപ്പോർട്ട് വിശദമായി പരിശോധിച്ച ശേഷമാകും സർക്കാർ വിഷയത്തിൽ തുടർ നടപടി സ്വീകരിക്കുക. കൈരളി ന്യൂസ്, തിരുവനന്തപുരം. വിവാദങ്ങൾക്കിടെ മാക്ട് ഭരണസമിതി തെരഞ്ഞെടുപ്പ് ഇന്ന് കൊച്ചിയിൽ നടക്കും. മാക്ടയിലെ വിവാദത്തെ തുടർന്ന് ഷാജി പാണ്ഡവത്തിന്റെ നേതൃത്വത്തിലുള്ള സംഘം തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഉച്ചയ്ക്ക് 2 മുതൽ വൈകിട്ട് 5 വരെയാണ് തെരഞ്ഞെടുപ്പ്. തപാൽ വോട്ട് വ്യവസ്ഥ അട്ടിമറിക്കെതിരെ സെക്രട്ടറി ഷാജി പാണ്ഡവത്ത് മുൻസിഫ് കോടതിയെ സമീപിച്ചിരുന്നു. അപാകത പരിഹരിക്കാമെന്ന് ഭരണസമിതിയുടെ ഉറപ്പ് ലഭിച്ചതിനെ തുടർന്നാണ് ശനിയാഴ്ച ഭാരവാഹി തെരഞ്ഞെടുപ്പ് നടത്താൻ കോടതി അനുമതി നൽകിയത്. 508 അംഗങ്ങളിൽ 49 തപാൽ വോട്ടുകളാണ് മാക്ട തെരഞ്ഞെടുപ്പിലുള്ളത്. 4 കാറ്റഗറികളിൽ നിന്നായി 42 സ്ഥാനാർത്ഥികളാണ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. എറണാകുളം YMCA ഹാളിൽ പകൽ 2 മുതൽ 5 വരെ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ നിന്ന് വിട്ടുനിൽക്കുമെന്ന് ഷാജി പാണ്ഡവത്ത് വിഭാഗം നേരത്തെ അറിയിച്ചിരുന്നു. കൈരളി ന്യൂസ്, കൊച്ചി. കേരളത്തിന്റെ ഏക ഒളിമ്പിക് മെഡൽ ജേതാവ് മാനുവൽ ഫെഡറിക്കിന് സംസ്ഥാന സർക്കാർ നിർമ്മിച്ചു നൽകിയ വീടിന്റെ താക്കോൽ ദാനം ഇന്ന്. കണ്ണൂരിൽ നടക്കുന്ന ചടങ്ങിൽ മന്ത്രി EP ജയരാജൻ വീടിന്റെ താക്കോൽ കൈമാറും. 1972 മ്യൂണിക് ഒളിമ്പിക്സിൽ വെങ്കല മെഡൽ നേടിയ ഇന്ത്യൻ ഹോക്കി ടീം അംഗമായ
മാനുവൽ ഫ്രെഡറിക് ഇത്രയും കാലം വാടക വീട്ടിലായിരുന്നു താമസം. സ്വന്തമായി ഒരു കിടപ്പാടം എന്ന ഒളിമ്പ്യൻ മാനുവൽ ഫ്രെഡറിക്കിന്റെ സ്വപ്നമാണ് സംസ്ഥാന സർക്കാരിന്റെ കരുതലിൽ യാഥാർത്ഥ്യമായത്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും കായിക മന്ത്രി ഇ പി ജയരാജന്റെയും ആത്മാർത്ഥമായ ഇടപെടലിന്റെ ഫലമായാണ് ഒളിമ്പ്യന് സ്വന്തമായി കിടപ്പാടം ഒരുങ്ങിയത്. കണ്ണൂർ പള്ളിയാമൂലയിൽ സെന്റിന് 15 ലക്ഷത്തോളം രൂപ വരുന്ന 5 സെന്റ് ഭൂമി പതിച്ചു നൽകി ഇവിടെയാണ് ആധുനിക സൗകര്യങ്ങളോടെ സർക്കാർ ഒളിമ്പ്യന് 1610 ചതുരശ്ര അടിയുള്ള ഇരുനില വീട് പണിതത്. ഊരാളുങ്കൽ കൺസ്ട്രക്ഷൻ സൊസൈറ്റിക്കായിരുന്നു നിർമ്മാണ ചുമതല. ഇ പി ജയരാജന്റെ നേരിട്ടുള്ള മേൽനോട്ടത്തിൽ തറക്കല്ലിട്ട് 10 മാസത്തിനകമാണ് പണി പൂർത്തിയാക്കി താക്കോൽ കൈമാറുന്നത്. 21 അന്താരാഷ്ട്ര മത്സരങ്ങളിൽ ഇന്ത്യയുടെ ഗോൾ വലയം കാത്ത താരമാണ് മാനുവൽ ഫ്രെഡറിക്. പിണറായി സർക്കാർ അധികാരത്തിൽ എത്തി ആദ്യം എടുത്ത തീരുമാനങ്ങളിൽ ഒന്നായിരുന്നു മാനുവൽ ഫ്രെഡറിക്കിന് സ്വന്തമായി കിടപ്പാടം ഒരുക്കണമെന്ന തീരുമാനം. ഒട്ടും കാലതാമസമില്ലാതെയാണ് ഈ തീരുമാനം യാഥാർത്ഥ്യമായത്. കൈരളി ന്യൂസ്, കണ്ണൂർ. ആലുവയിൽ ചേർന്ന വൈദികരുടെ യോഗം കർദിനാളിനെതിരെ പ്രമേയം പാസാക്കിയതോടെ സഹായമെത്രാന്മാരെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് ഉള്ള വത്തിക്കാന്റെ കത്ത് പുറത്ത്. ഓറിയന്റൽ കോൺഫിഗറേഷൻ സഹായമെത്രാന്മാരായ മാർ സെബാസ്റ്റ്യൻ എടയന്ത്രത്തിനെയും ജോസ് പുത്തൻവീട്ടിലിനെയുമാണ് തൽസ്ഥാനങ്ങളിൽ നിന്ന് സസ്പെൻഡ് ചെയ്തത്. ഇന്ത്യയിലെ വത്തിക്കാൻ പ്രതിനിധിയാണ് മാർപ്പാപ്പയ്ക്ക് വേണ്ടി തീരുമാനം അറിയിച്ചത്. ഭൂമിയിടപാടുമായി ബന്ധപ്പെട്ട് പിൻവലിച്ച എല്ലാ അധികാരങ്ങളും വത്തിക്കാനിൽ നിന്നും കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരിക്ക് തിരികെ ലഭിച്ചതോടെയാണ് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ വീണ്ടും പ്രതിഷേധങ്ങൾ ശക്തമായത്. ആലുവ ചുണങ്ങുംവേലിയിൽ ഒരു വിഭാഗം വൈദികർ യോഗം ചേർന്ന് ആലഞ്ചേരിയെ അംഗീകരിക്കാനാവില്ലെന്ന് ചൂണ്ടിക്കാട്ടി പ്രമേയവും പാസാക്കി. ഇതിനു പിന്നാലെയാണ് സഹായമെത്രാന്മാരായ മാർ സെബാസ്റ്റ്യൻ എടയന്ത്രത്തിനെയും ജോസ് പുത്തൻവീട്ടിലിനെയും സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള വത്തിക്കാന്റെ കത്ത് കർദിനാൾ വിഭാഗം പുറത്തുവിട്ടത്. കർദിനാൾ ജോർജ് ആലഞ്ചേരിക്ക് അധികാരങ്ങൾ തിരികെ നൽകിക്കൊണ്ടുള്ള കത്തിലാണ് സഹായമെത്രാന്മാരെ സസ്പെൻഡ് ചെയ്തതായി പറയുന്നത്. അച്ചടക്ക നടപടിയുടെ ഭാഗമായാണ് വിമത വൈദികർക്ക് സസ്പെൻഷൻ. വത്തിക്കാന്റെ ഇന്ത്യൻ പ്രതിനിധിയാണ് ഇത് സംബന്ധിച്ച് കത്ത് നൽകിയത്. ഇരുവരും താമസിക്കുന്ന രൂപത ആസ്ഥാനം ഒഴിയണമെന്നും കത്തിൽ പറയുന്നു. എന്നാൽ സഹായമെത്രാന്മാരെ സസ്പെൻഡ് ചെയ്തത് പ്രതികാര നടപടിയാണെന്നും ഇതിനെതിരെയുള്ള പ്രതിഷേധം മാർപ്പാപ്പയെയും വത്തിക്കാനെയും അറിയിക്കാനുമാണ് വിമത വൈദികരുടെ നീക്കം. കൈരളി ന്യൂസ്, കൊച്ചി. കേരളത്തിലേക്ക് ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് കുട്ടികളെ ജോലിക്ക് എത്തിക്കുന്ന സംഘത്തിലെ ഒരാൾ തൃശൂരിൽ പിടിയിൽ. ഇയാൾ കൊണ്ടുവന്ന 9 പെൺകുട്ടികളെ ചൈൽഡ് ലൈൻ പ്രവർത്തകർ രക്ഷപ്പെടുത്തി. പ്രായപൂർത്തിയായെന്ന് തെറ്റിദ്ധരിപ്പിക്കാൻ വ്യാജ ആധാർ കാർഡുകൾ നിർമ്മിച്ചു നൽകിയാണ് കുട്ടികളെ എത്തിച്ചത്. ഒഡീഷ, ഛത്തീസ്ഗഡ് എന്നിവിടങ്ങളിൽ നിന്നാണ് 10 മുതൽ 15 വയസ്സുവരെ പ്രായമുള്ള പെൺകുട്ടികളെ എത്തിച്ചത്. കോട്ടയത്തെയും തൃശൂർ മാപ്പറണത്തെയും കോൺവെന്റുകളിലെ ജോലിക്കാണ് ഈ കുട്ടികളെ എത്തിച്ചത്. കുട്ടിക്കടത്തിന് ഇടനിലക്കാരനായ നാഗേന്ദ്ര എന്ന ഒഡീഷ സ്വദേശിയെ പോലീസ് ചോദ്യം ചെയ്തു വരുന്നു. തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ കുട്ടികളെ കൂട്ടാനെത്തിയ മാപ്രാണം കോൺവെന്റിലെ 2 കന്യാസ്ത്രീകളിൽ നിന്ന് പോലീസ് വിവരങ്ങൾ ശേഖരിക്കുന്നുമുണ്ട്. ആധാർ കാർഡുകൾ വ്യാജമായി നിർമ്മിച്ച് കുട്ടികളുടെ കൈവശം നൽകിയിട്ടുണ്ട്. വിശാഖപട്ടണം കൊല്ലം പ്രതിവാര എക്സ്പ്രസിലാണ് കുട്ടികളെ എത്തിച്ചത്. കേരളത്തിലേക്ക് കുട്ടികളെ ബാലവേലയ്ക്കായി എത്തിക്കുന്ന സംഘങ്ങൾ സജീവമാണ് എന്നതിന്റെ തെളിവായി മാറുകയാണ് ഈ സംഭവം. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ഓച്ചിറയിൽ മരണമെത്തുന്ന നേരത്ത് എന്ന ഗാനം എഴുതിവെച്ച് ഗൃഹനാഥൻ സജി ജീവനൊടുക്കി. സ്വന്തം വീടിന്റെ ഗേറ്റിൽ വിടവാങ്ങിയെന്ന ബോർഡ് എഴുതി കെട്ടിത്തൂക്കി തന്റെ മരണം വിളംബരവും ചെയ്തു. വീട്ടുവളപ്പിൽ ചിതയൊരുക്കാനുള്ള കുഴിയും വിറകും കരുതിയിരുന്നു. ഇന്നലെ വീടിന്റെ പുറത്ത് ഗേറ്റിൽ സജി വിടവാങ്ങി എന്നെഴുതിയ ബോർഡ് പ്രത്യക്ഷപ്പെട്ടതിനെ തുടർന്നാണ് പ്രദേശവാസികൾ വീട്ടിൽ പരിശോധന നടത്തിയത്. മുറിയിൽ തൂങ്ങിമരിച്ച നിലയിൽ സജിയെ കണ്ടെത്തി. ഭാര്യയ്ക്കായി സ്പിരിറ്റ് എന്ന ചിത്രത്തിൽ റഫീഖ് അഹമ്മദ് രചിച്ച മരണമെത്തുന്ന നേരത്ത് നീയനരികത്ത് ഇത്തിരി നേരം ഇരിക്കണേ എന്ന വരികൾ ഭിത്തിയിൽ കോറിയിട്ടിരുന്നു. വീടിന്റെ വെളിയിൽ ചിതയും ഒരുക്കിയിരുന്നു. ഇവിടെ വേണം തന്നെ സംസ്കരിക്കാനെന്ന ബോർഡും സ്ഥാപിച്ചു. പുറത്തെ ബോർഡിൽ തന്റെ ജീവൻ അപഹരിക്കാൻ ശ്രമിച്ചവർക്കൊപ്പം ഒരു നിഴൽ പോലെ താനുണ്ടാകുമെന്ന് സജി നിലിമ എന്നെഴുതിയിരുന്നു. പുതിയ തൂവെള്ള വസ്ത്രം ധരിച്ച് കരിങ്കുടി കെട്ടി ഒറ്റത്തിരി വിളക്കും കത്തിച്ചു വെച്ച് ഒരു മരണവീട്ടിൽ ബന്ധുക്കളുടെ കടമയും അദ്ദേഹം നിർവഹിച്ചു. ദീർഘനാളായി സജി ത്വക്കുരോഗവുമായി ഓച്ചിറയിലെ വീട്ടിൽ ഒറ്റയ്ക്കായിരുന്നു താമസം. രോഗം സജിയെ മാനസികമായി തളർത്തുകയും ഒറ്റപ്പെടുത്തുകയും ചെയ്തിരുന്നതായി സജിയുടെ സുഹൃത്തുക്കൾ പറഞ്ഞു. ഭാര്യ ഷീജയും മകനും കൊച്ചിയിലാണെന്ന് അയൽവാസികൾ പറഞ്ഞു. പോലീസെത്തി ഇൻക്വസ്റ്റ് തയ്യാറാക്കി കരുനാഗപ്പള്ളി താലൂക്ക് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടത്തി. കൈരളി ന്യൂസ്, കൊല്ലം. കേരളത്തിൽ നിന്നും ഹജ്ജ് തീർത്ഥാടകർക്കായി ഈ വർഷം 2 എംബാർക്കേഷൻ പോയിന്റുകൾ. 2750 പേർ കൊച്ചിയിൽ നിന്നും 12,000-ഓളം പേർ കോഴിക്കോട് നിന്നും ഇത്തവണ ഹജ്ജ് തീർത്ഥാടനത്തിനായി പുറപ്പെടും. നെടുമ്പാശ്ശേരി ഹജ്ജ് ക്യാമ്പിന്റെ ഒരുക്കങ്ങൾ മന്ത്രി KT ജലീൽ നേരിട്ടെത്തി വിലയിരുത്തി.
മുൻവർഷങ്ങളെ അപേക്ഷിച്ച് ഏറ്റവും അധികം ഹജ്ജ് തീർത്ഥാടകരാണ് ഈ വർഷം കേരളത്തിൽ നിന്നുള്ളത്. 2750 പേർ കൊച്ചിയിൽ നിന്ന് ഇത്തവണ ഹജ്ജ് തീർത്ഥാടനത്തിനായി പുറപ്പെടുമ്പോൾ കരിപ്പൂരിൽ നിന്ന് 12,000-ലധികം തീർത്ഥാടകരാണ് ഉണ്ടാവുക. കരിപ്പൂരിൽ നിന്നുള്ള ഹജ്ജ് എംബാർക്കേഷൻ പോയിന്റ് ഈ വർഷം പുനരാരംഭിക്കാൻ തീരുമാനിച്ചതോടെ വിപുലമായ സംവിധാനങ്ങളാണ് സംസ്ഥാന സർക്കാരിന്റെയും ഹജ്ജ് കമ്മിറ്റിയുടെയും നേതൃത്വത്തിൽ ഹജ്ജ് തീർത്ഥാടകർക്കായി ഒരുക്കുന്നതെന്ന് നെടുമ്പാശ്ശേരി ഹജ്ജ് ക്യാമ്പിന്റെ ഒരുക്കങ്ങൾ വിലയിരുത്താനെത്തിയ മന്ത്രി KT ജലീൽ പറഞ്ഞു. സംസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ ഇത്രയധികം ആളുകൾ ഹജ്ജ് തീർത്ഥാടനത്തിന് ഇതിനു മുൻപ് ഗവൺമെന്റ് കോട്ടയിൽ പോയിട്ടില്ല. വിപുലമായിട്ടുള്ള സൗകര്യങ്ങളാണ് 2 എംബാർക്കേഷൻ പോയിന്റിലും ഹാജിമാർക്ക് വേണ്ടി ഒരുക്കുന്നത്. കരിപ്പൂർ ഹജ്ജ് ഹൌസ് കേന്ദ്രീകരിച്ചാണ് പ്രധാനമായും ഒരുക്കങ്ങൾ നടക്കുന്നത്. അടുത്ത മാസം 13-ന് വൈകിട്ട് 7 മണിക്കാണ് നെടുമ്പാശ്ശേരി ഹജ്ജ് ക്യാമ്പിന്റെ ഉദ്ഘാടനം. 14-ന് ഉച്ചയ്ക്ക് 2 മണിയോടെ ആദ്യ വിമാനം ഹജ്ജ് തീർത്ഥാടകരെയും വഹിച്ച് യാത്രയാകും. കൈരളി ന്യൂസ്, കൊച്ചി. എല്ലാ ചട്ടങ്ങളും പാലിച്ച് 6 വർഷമായി തുടരുന്ന കാസർഗോഡ് പരപ്പയിലെ ക്വാറിയുടെ പ്രവർത്തനം നിർത്തിവെപ്പിച്ച നടപടിക്കെതിരെ ക്വാറി ഉടമയും കുടുംബാംഗങ്ങളും. കോടികളുടെ ബാങ്ക് ബാധ്യതയുള്ള ഈ ക്വാറി പൂട്ടിച്ചതിനെ തുടർന്ന് തങ്ങളുടെ കുടുംബം കടക്കണിയിൽ ഉൾപ്പെടുന്ന സാഹചര്യം സംജാതമായതായി ക്വാറി ഉടമ പറഞ്ഞു. നിക്ഷിപ്ത താൽപര്യക്കാരാണ് ക്വാറിക്കെതിരെ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചതെന്നും ക്വാറി ഉടമയും കുടുംബാംഗങ്ങളും വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു. 2013 കാസർഗോഡ് പരപ്പ മുണ്ടത്തടത്ത് CN സ്റ്റോൺ ക്രഷർ പ്രവർത്തനം ആരംഭിക്കുന്നത്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെയും മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെയും നിലവിലുള്ള എല്ലാ ചട്ടങ്ങളും പാലിച്ചുകൊണ്ടാണ് കരിങ്കൽ ക്വാറിയുടെ പ്രവർത്തനം ആരംഭിച്ചതെന്ന് മാനേജിംഗ് പാർട്ണർ C നാരായണനും മറ്റ് പാർട്ണർമാരായ കുടുംബാംഗങ്ങളും വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. പ്ലാൻ തയ്യാറാക്കി അത് പഞ്ചായത്തിന് സമർപ്പിച്ചു, ടൗൺ പ്ലാനർക്ക് അയച്ചു. തിരുവനന്തപുരത്ത് ചീഫ് ടൗൺ പ്ലാനറുടെ പരിശോധനയ്ക്ക് വിധേയമായിക്കൊണ്ട് പഞ്ചായത്തിലേക്ക് ശുപാർശയോടുകൂടി അനുയോജ്യമായ സ്ഥലമാണ്. അതുകൊണ്ട് പെർമിറ്റ് കൊടുക്കാം, കോറ നടത്താനുള്ള ക്രഷർ നടത്താനുള്ള സംവിധാനങ്ങൾ അവിടെയുണ്ട്. ആ റിപ്പോർട്ടോടുകൂടി പഞ്ചായത്തെ സമീപിക്കുകയും പഞ്ചായത്ത് എനിക്ക് കോറ തുടങ്ങാൻ ആവശ്യമായിട്ടുള്ള ബിൽഡിംഗ് പെർമിറ്റ് അനുവദിക്കുകയും ചെയ്തു. പരിസ്ഥിതി പ്രശ്നങ്ങൾ ഉന്നയിച്ച് നിക്ഷിപ്ത താൽപര്യക്കാർ നടത്തിയ സമരത്തെ തുടർന്നാണ് ക്വാറിയുടെ പ്രവർത്തനം നിർത്തിവെക്കാൻ കാസർഗോഡ് ജില്ലാ കലക്ടർ ഉത്തരവായത്. വിദഗ്ധ സമിതിയുടെ പഠന റിപ്പോർട്ട് വന്ന ശേഷമേ ക്വാറി പുനരാരംഭിക്കുവാൻ ഇനി സാധിക്കുകയുള്ളൂ. തന്റെ കുടുംബം താമസിക്കുന്ന വീടും സ്ഥലവും ക്വാറി പ്രവർത്തിക്കുന്ന സ്ഥലവും ബാങ്കുകളിൽ പണയപ്പെടുത്തിയെടുത്ത പണം കൊണ്ടാണ് ക്വാറി ആരംഭിച്ചത്. ക്രഷറിന്റെ നിർമ്മാണം പുരോഗമിക്കുന്നതിനിടയിലാണ് പ്രതിസന്ധി ഉണ്ടാകുന്നത്. പ്രതിമാസം 24 ലക്ഷം രൂപ വായ്പാ വിഹിതവും പലിശയുമായി ബാങ്കുകളിൽ തിരിച്ചടയ്ക്കണം. ക്വാറി പ്രവർത്തിപ്പിച്ചില്ലെങ്കിൽ ഇത് മുടങ്ങും. ജപ്തിയുണ്ടായാൽ കുടുംബത്തിന് ആത്മഹത്യ ചെയ്യേണ്ടി വരുമെന്നും C നാരായണൻ പറഞ്ഞു. ആ വീടും പറമ്പാണ് ഞാൻ ഈ ഇൻഡസ്ഇൻഡ് ബാങ്കിനും HDFC ബാങ്കിനും കൂടെ സെക്യൂരിറ്റി കൊടുത്തിരിക്കുന്നത്. ഞാൻ ഒരു മാസത്തേക്ക് ഈ ബാങ്കിനെല്ലാം കൂടിയിട്ട് 24 ലക്ഷം റുപ്യ ലോൺ തിരിച്ചടവാണ്. ബാങ്കുകാർ ചെയ്യാൻ പോകുന്നത് എന്റെ വീടും പറമ്പും ജപ്തി ചെയ്തിട്ട് ഞങ്ങൾ തെരുവിലേക്ക് ഇറക്കുകയാണ്. ഞാൻ ഒന്നുമല്ലാത്ത ഒരു സ്ഥിതിയിലേക്ക് എത്താൻ വേണ്ടി പോകുന്നു. കർണാടകയിലെ ക്വാറി ലോബിയുടെ താൽപര്യങ്ങൾ മുൻനിർത്തിയാണ് തന്റെ ക്വാറിക്കെതിരെ ചിലർ സമരം നടത്തുന്നത്. ചില ടെലിവിഷൻ ചാനലുകളും സാമൂഹിക മാധ്യമങ്ങളും സമരക്കാർക്കൊപ്പം നിന്നതിനാലാണ് ജില്ലാ കലക്ടർ ക്വാറി പ്രവർത്തനം നിർത്തിവെക്കാൻ ഉത്തരവിട്ടതെന്ന് C നാരായണൻ പറഞ്ഞു. കൈരളി ന്യൂസ്, കാസർഗോഡ്. സംസ്ഥാനത്ത് മിൽമ ഉൽപ്പന്നങ്ങൾ ഇനി മുതൽ ഓൺലൈനിലും. ഭക്ഷണ സാധനങ്ങൾ വീട്ടുപടിക്കലെത്തുന്ന പോലെ മിൽമയുടെ പാലും തൈരും ഓർഡർ ചെയ്താൽ വീട്ടിലെത്തും. ആദ്യഘട്ടത്തിൽ തിരുവനന്തപുരത്താണ് ഓൺലൈൻ വിൽപ്പനയ്ക്ക് തുടക്കമായത്. AM നീഡ്സ് എന്ന മൊബൈൽ ആപ്ലിക്കേഷനിലൂടെയാണ് മിൽമയുടെ ഉൽപ്പന്നങ്ങൾ ഓൺലൈനിൽ ലഭ്യമാകുന്നത്. തിരുവനന്തപുരത്ത് കഴക്കൂട്ടം മുതൽ നേമം വരെയും തിരുവല്ലം വരെയുമാണ് ഇപ്പോൾ സേവനം ലഭ്യമാകുന്നത്. ക്ഷീരവികസന വകുപ്പ് മന്ത്രി K രാജു ആപ്പിലൂടെ ആദ്യ ഓർഡർ നൽകി. നമ്മുടെ കേരളത്തിലെ സംബന്ധിച്ച് പറയുമ്പോൾ ഏറ്റവും വലിയ ഒരു മാറ്റത്തിനാണ് തുടക്കം കുറിച്ചിട്ടുള്ളത്. മിൽമയ്ക്ക് അത് വലിയ ഒരു മുന്നോട്ട് പോക്കിന് സഹായകരമാകും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. രാവിലെ 5 മുതൽ രാവിലെ 8 വരെയുള്ള 3 മണിക്കൂർ മാത്രമാണ് ഇപ്പോൾ ഓൺലൈൻ വിൽപ്പനയുണ്ടാകുക. ഡെലിവറി ചാർജ് ഇല്ലാതെയാണ് ഇപ്പോഴത്തെ സേവനവും. അടുത്ത ഘട്ടത്തിൽ എറണാകുളം, കോഴിക്കോട് മേഖലകളിലേക്കും ഓൺലൈൻ വിപണി വ്യാപിപ്പിക്കും. അടുത്ത ഘട്ടമായി ഐസ്ക്രീമും മറ്റു ഉൽപ്പന്നങ്ങളും ഓൺലൈൻ വിതരണത്തിൽ ഉൾപ്പെടുത്തുകയാണ് മിൽമയുടെ ലക്ഷ്യം. കൈരളി ന്യൂസ്, തിരുവനന്തപുരം. അങ്കമാലി കറുകുറ്റി KSEB ഓഫീസിന് മുന്നിൽ യുവാവിന്റെ ആത്മഹത്യാ ഭീഷണി. അമിതമായി വൈദ്യുതി ഉപയോഗിച്ചതിനെ തുടർന്ന് വിച്ഛേദിച്ച കണക്ഷൻ തിരികെ നൽകണമെന്നാവശ്യപ്പെട്ടാണ് കറുകുറ്റി സെഷൻ ഓഫീസിന് മുന്നിലെ മരത്തിൽ കയറി യുവാവ് ആത്മഹത്യാ ഭീഷണി മുഴക്കിയത്.
തൃശൂരിൽ ഇയാൾ വാടക ബിൽഡിംഗിൽ നടത്തിവന്ന സ്ഥാപനത്തിന് KSEB താൽക്കാലിക വൈദ്യുത കണക്ഷൻ നൽകിയിരുന്നു. എന്നാൽ അമിതമായ വൈദ്യുതി ദുരുപയോഗം ശ്രദ്ധയിൽപ്പെട്ട KSEB കണക്ഷൻ വിച്ഛേദിക്കുകയും പിഴ ചുമത്തുകയും ചെയ്തു. ഫയർഫോഴ്സും പോലീസും സ്ഥലത്തെത്തി ഇയാളെ താഴെയിറക്കാനുള്ള ശ്രമം തുടരുകയാണ്. പശുക്കടത്ത് ആരോപിച്ച് സംഘപരിവാർ പ്രവർത്തകൻ തല്ലിക്കൊന്ന ക്ഷീര കർഷകനെതിരെ കുറ്റപത്രം സമർപ്പിച്ച് കോൺഗ്രസ് സർക്കാർ. രാജസ്ഥാനിലെ കോൺഗ്രസ് സർക്കാരാണ് 2017 കൊല്ലപ്പെട്ട കർഷകനായ പെഹ്ലു-ഖാനെ ഇപ്പോഴും വേട്ടയാടുന്നത്. പശുക്കടത്തിൽ നിയമപ്രകാരം പെഹ്ലു-ഖാനെയും 2 മക്കളെയും പ്രതിയാക്കി രാജസ്ഥാനിലെ അശോക് ഗെഹ്ലോട്ട് സർക്കാർ കുറ്റപത്രം സമർപ്പിച്ചു. ആക്രമിച്ച് കൊലപ്പെടുത്തിയ സംഘപരിവാർ പ്രവർത്തകരെക്കുറിച്ച് കോൺഗ്രസ് സർക്കാർ സമർപ്പിച്ച കുറ്റപത്രത്തിൽ പരാമർശമില്ല. ഒന്നാം NDA സർക്കാരിന്റെ കാലത്ത് രാജ്യത്ത് ഏറെ വിവാദം സൃഷ്ടിച്ച പശുക്കൊലകളിലൊന്നായിരുന്നു രാജസ്ഥാനിലെ പെഹ്ലു-ഖാൻ എന്ന ക്ഷീരകർഷകന്റെ കൊലപാതകം. ഡയറി ഫാം നടത്തുകയായിരുന്ന മുസ്ലിമായ പെഹ്ലു-ഖാനെ 2017 ഏപ്രിൽ 1 സംഘപരിവാർ പ്രവർത്തകർ ആക്രമിച്ച് കൊലപ്പെടുത്തി. വളഞ്ഞിട്ട് അടിച്ചു കൊല്ലുന്ന ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിക്കുകയും ചെയ്തു. സംഭവം വിവാദമായതോടെ അന്ന് രാജസ്ഥാനിൽ ഭരണത്തിലുണ്ടായിരുന്ന വസുന്ധരാജ സിന്ധ്യ സർക്കാർ പെഹ്ലു-ഖാന്റെ മരണമൊഴി രേഖപ്പെടുത്തി. പക്ഷേ ആക്രമിച്ചവർക്കെതിരെ കേസെടുത്തില്ല. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രചാരണ വിഷയമായതോടെ ന്യൂനപക്ഷ വോട്ടുകൾ കോൺഗ്രസിന് ലഭിച്ചു. എന്നാൽ അധികാരത്തിലെത്തിയ അശോക് ഗെഹ്ലോട്ടിന്റെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് സർക്കാർ സംഘപരിവാർ പ്രവർത്തകരെ മുഴുവൻ വെള്ളപൂശി കൊല്ലപ്പെട്ട പെഹ്ലു-ഖാനെയും കുടുംബത്തെയും വേട്ടയാടുന്നത് തുടരുന്നു. മെയ് 29 ബഹ്റൈൻ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് മുമ്പിൽ ഫയൽ ചെയ്ത കുറ്റപത്ര പ്രകാരം മരിച്ച പെഹ്ലു-ഖാൻ പശുക്കടത്ത് നിരോധന നിയമപ്രകാരം 1-ാം പ്രതി. മക്കളായ 25 വയസ്സുകാരൻ നിർഷാദും ഇളയ സഹോദരൻ ആരിഫും സഹപ്രതികൾ. ആക്രമിച്ച് കൊലപ്പെടുത്തിയവരെ കുറിച്ച് പരാമർശം പോലുമില്ല. സമാനമായ കുറ്റപത്രം നേരത്തെ BJP സർക്കാർ തയ്യാറാക്കിയപ്പോൾ കോൺഗ്രസ് ദേശീയതലത്തിലും സംസ്ഥാന തലത്തിലും പ്രതിഷേധിച്ചിരുന്നു. മുസ്ലിങ്ങൾക്കെതിരായ ആക്രമണങ്ങൾ രാജ്യത്ത് വർദ്ധിച്ചു വരുന്നുവെന്ന് കഴിഞ്ഞ ദിവസം പാർലമെന്റിലും ചൂണ്ടിക്കാട്ടിയ കോൺഗ്രസാണ് അധികാരത്തിലുള്ള രാജസ്ഥാനിൽ ന്യൂനപക്ഷങ്ങളെ പ്രതിക്കൂട്ടിൽ നിർത്തുന്നത്. കൈരളി ന്യൂസ്, ദില്ലി. നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ അടുത്തു നിൽക്കെ പ്രതിസന്ധിയിൽ നിന്ന് കരകയറാതെ കോൺഗ്രസ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സംസ്ഥാനങ്ങളിലെ പുനഃസംഘടന ഉടൻ നടപ്പാക്കാനാണ് പാർട്ടി ലക്ഷ്യം. ദില്ലി ബ്ലോക്ക് കമ്മിറ്റികൾ കഴിഞ്ഞ ദിവസം പിരിച്ചുവിട്ടു. എന്നാൽ രാഹുൽ രാജിയിൽ ഉറച്ചു നിൽക്കുന്നതും പാർട്ടിയിലെ കൂട്ടരാജിയും നേതൃത്വത്തെ കൂടുതൽ പ്രതിസന്ധിയിലാക്കി. നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന സംസ്ഥാനങ്ങളിലെ നേതാക്കളുമായി രാഹുൽ കൂടിക്കാഴ്ച നടത്തുന്നുണ്ടെങ്കിലും കോൺഗ്രസിൽ പ്രതിസന്ധി രൂക്ഷമാണ്. രാഹുൽ ഗാന്ധി രാജിവെക്കുമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുന്ന സാഹചര്യത്തിൽ പാർട്ടിക്കകത്തെ കൂട്ടരാജിയാണ് ഇപ്പോഴത്തെ വെല്ലുവിളി. ജനറൽ സെക്രട്ടറിമാരും വർക്കിംഗ് പ്രസിഡന്റുമാരും അടക്കം 120ഓളം പേരാണ് രാജിക്കത്ത് നൽകിയത്. അതിനിടയിൽ മിക്ക സംസ്ഥാനങ്ങളിലും പാർട്ടിയുടെ നില പരിങ്ങല്ലുമാണ്. കർണാടക PCC നേരത്തെ തന്നെ പിരിച്ചുവിട്ടു. ഇതുകൂടാതെ ഉത്തർപ്രദേശിലെ ജില്ലാ കമ്മിറ്റികളും AICC പിരിച്ചുവിട്ടിട്ടുണ്ട്. ഇതിനു പുറമെയാണ് ദില്ലിയിലെ ബ്ലോക്ക് കമ്മിറ്റികൾ ഷീല ദീക്ഷിതും പിരിച്ചുവിട്ടത്. ദില്ലി, ഹരിയാന, ഛത്തീസ്ഗഡ്, മഹാരാഷ്ട്ര എന്നീ സംസ്ഥാനങ്ങളിലാണ് തെരഞ്ഞെടുപ്പ് നടക്കേണ്ടത്. ഇതിനിടയിൽ പുനഃസംഘടനയിലേക്ക് നീങ്ങുമ്പോൾ അത് സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് തിരിച്ചടി ലഭിക്കാനുള്ള സാധ്യതയുമുണ്ട്. ഇന്നലെ ഛത്തീസ്ഗഡിൽ പുതിയ അധ്യക്ഷനായി മോഹൻ മാർക്കത്തെ AICC നിയമിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നേ ഈ സംസ്ഥാനങ്ങളിലെ പുനഃസംഘടനയാണ് പാർട്ടിയുടെ ലക്ഷ്യം. എന്നാൽ രാഹുൽ ഗാന്ധിയുടെ നിലപാടിൽ പ്രതിസന്ധിയിലായിരിക്കുന്ന നേതൃത്വത്തിന് പുനഃസംഘടനാ പ്രവർത്തനങ്ങളിൽ ആശങ്കയുമുണ്ട്. കൈരളി ന്യൂസ്, ദില്ലി. മമത സർക്കാരിന്റെ വിവാദ ഉത്തരവിനെതിരെ പ്രതിഷേധം ശക്തം. 70% കൂടുതൽ മുസ്ലിം വിദ്യാർത്ഥികൾക്കുള്ള സ്കൂളുകളിൽ ഡൈനിംഗ് ഹാൾ നിർമ്മിക്കണമെന്ന ഉത്തരവിനെതിരെ ആണ് പ്രതിഷേധം. മതത്തിന്റെ പേരിൽ കുട്ടികളെ വിഭജിക്കാൻ അനുവദിക്കില്ലെന്ന് CPIM വ്യക്തമാക്കി. 70% കൂടുതൽ മുസ്ലിം വിദ്യാർത്ഥികളുള്ള സർക്കാർ സ്കൂളുകളുടെയും എയ്ഡഡ് സ്കൂളുകളുടെയും ലിസ്റ്റ് നൽകണമെന്ന ന്യൂനപക്ഷ മന്ത്രാലയത്തിന്റെ ഉത്തരവിനെതിരെയാണ് പ്രതിഷേധം ശക്തമായത്. 70% കൂടുതൽ ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾ പഠിക്കുന്ന വിദ്യാലയങ്ങളിൽ ഡൈനിംഗ് ഹാൾ നിർമ്മിക്കണമെന്നും ഉത്തരവിൽ നിർദ്ദേശമുണ്ട്. എന്നാൽ മതത്തിന്റെ പേരിൽ കുട്ടികളെ വിഭജിക്കുകയാണെന്ന വിമർശനമാണ് ശക്തമായത്. മമതാ സർക്കാരിന്റെ നീക്കത്തിനെതിരെ CPIM രംഗത്തു വന്നു. മതത്തിന്റെ പേരിൽ കുട്ടികളെ വിഭജിക്കുന്നത് അംഗീകരിക്കാനാവില്ലെന്ന് CPIM MLA സുജൻ ചക്രവർത്തി വ്യക്തമാക്കി. ഡൈനിംഗ് ഹാൾ നിർമ്മിക്കുകയാണെങ്കിൽ എല്ലാ കുട്ടികൾക്കും വേണ്ടിയാകണമെന്നും സുജൻ ചക്രവർത്തി ആവശ്യപ്പെട്ടു. കോൺഗ്രസും BJP മമതാ സർക്കാരിനെതിരെ രംഗത്തു വന്നിട്ടുണ്ട്. അതേസമയം പ്രതിഷേധം ശക്തമായതോടെ സ്കൂളുകളുടെ പുരോഗതി മാത്രമാണ് ലക്ഷ്യമെന്നും എല്ലാ വിദ്യാർത്ഥികൾക്കും വേണ്ടിയാണ് ഉത്തരവിറക്കിയതെന്നുമെന്ന ന്യായീകരണവുമായി സംസ്ഥാന സർക്കാരും രംഗത്തു വന്നു. വരും ദിവസങ്ങളിലും ഉത്തരവിനെതിരെ പ്രതിഷേധം ശക്തമാക്കാനാണ് പ്രതിപക്ഷ പാർട്ടികളുടെ തീരുമാനം. കൈരളി ന്യൂസ്, ദില്ലി. കേരള പുനർനിർമ്മാണ പദ്ധതിക്ക് ലോകബാങ്കിൽ നിന്നും 1726 കോടി രൂപയുടെ ധനസഹായം.
ധനസഹായത്തിനായുള്ള കരാറിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും ലോകബാങ്കും ഒപ്പുവെച്ചു. ജലവിതരണം, കാർഷിക മേഖലയുടെ പുനരുജ്ജീവനം, റോഡ് പുനർനിർമ്മാണം, സംസ്ഥാനത്തിന്റെ സാമ്പത്തിക ശേഷിയുടെ മെച്ചപ്പെടുത്തൽ എന്നിവയ്ക്കായാണ് സഹായം അനുവദിച്ചത്. പ്രളയാനന്തര പുനർനിർമ്മാണത്തിനായി ലോകബാങ്കിൽ നിന്നും 1726 കോടി രൂപയുടെ ധനസഹായമാണ് കേരളത്തിന് ലഭിക്കുന്നത്. ക്ലൈമറ്റ് റെസിലിയൻസ് പ്രോഗ്രാമിലൂടെയാണ് ലോകബാങ്ക് സഹായത്തിന്റെ ആദ്യ ഗഡു അനുവദിച്ചത്. സംസ്ഥാന പങ്കാളിത്തത്തോടെയുള്ള ലോകബാങ്കിന്റെ ഇന്ത്യയിലെ ആദ്യത്തെ പദ്ധതിയാണിത്. 30 വർഷത്തേക്കാണ് കരാർ. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അമേരിക്കൻ സന്ദർശന സമയം ലോകബാങ്കിന്റെ ഇന്ത്യൻ പ്രതിനിധിയുമായി നടത്തിയ ചർച്ചയുടെ ഫലമായിട്ടാണ് ലോകബാങ്കിന്റെ ബോർഡ് യോഗം കേരളത്തിന് സഹായം നൽകുന്നതിൽ തീരുമാനമെടുത്തതും ഇപ്പോൾ ലഭ്യമാക്കിയതും. നാശനഷ്ടം സംബന്ധിച്ചുള്ള പഠന റിപ്പോർട്ടും അവർ പരിശോധിച്ചിരുന്നു. മഹാപ്രളയത്തിൽ സംസ്ഥാനത്തിന് നേരിടേണ്ടി വന്ന നഷ്ടങ്ങൾ നികത്തുന്നതിനു വേണ്ടിയുള്ള സാമ്പത്തിക സഹായം കൂടിയാണിത്. പ്രളയം നാശം വിതച്ചവരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിനും ഉപജീവന മാർഗങ്ങൾ ഒരുക്കുന്നതിനും സംസ്ഥാനത്തിന്റെ അടിസ്ഥാന സൌകര്യ ധനകാര്യശേഷികൾ ശക്തിപ്പെടുത്തുന്നതിനുമാണ് പ്രാഥമിക ഊന്നൽ. ജലവിതരണത്തിനുള്ള അടിസ്ഥാന ശൃംഖല മെച്ചപ്പെടുത്തുക, കാർഷിക മേഖലയുടെ പുനരുജ്ജീവനം, കാർഷിക വിളകൾക്കുള്ള ഇൻഷുറൻസ് മെച്ചപ്പെടുത്തൽ, റോഡ് പുനർനിർമ്മാണം, അതീവ അപകടസാധ്യതാ മേഖലയിലെ ഭൂപ്രകൃതിയുടെ കൃത്യമായ വിവരശേഖരണം, സംസ്ഥാനത്തിന്റെ സാമ്പത്തിക ശേഷിയുടെ മെച്ചപ്പെടുത്തൽ തുടങ്ങിയവയ്ക്കും തുക വിനിയോഗിക്കും. കൈരളി ന്യൂസ്, തിരുവനന്തപുരം. UDF സർക്കാരിന്റെ കാലത്ത് പൊതുമരാമത്ത് വകുപ്പിൽ നടന്ന മറ്റൊരു വൻ ക്രമക്കേട് പുറത്ത്. കരാറുകാരെ സഹായിക്കാൻ ധനവകുപ്പിന്റെ സോഫ്റ്റ്വെയറിൽ കൃത്രിമ രേഖ ഉണ്ടാക്കിയതിന് ഉദ്യോഗസ്ഥയ്ക്ക് സസ്പെൻഷൻ. പൊതുമരാമത്ത് വകുപ്പിലെ ഡിവിഷണൽ അക്കൌണ്ടന്റ് BS ദീപയെയാണ് ധനകാര്യ അഡീഷണൽ ചീഫ് സെക്രട്ടറി സസ്പെൻഡ് ചെയ്തത്. കരാറുകാരുടെ സീനിയോറിറ്റി ലിസ്റ്റിൽ ക്രമക്കേട് നടത്തിയെന്ന ധനകാര്യ പരിശോധനാ വിഭാഗത്തിന്റെ കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് സസ്പെൻഷൻ. പൊതുമരാമത്ത് വകുപ്പും കരാറുകാരും തമ്മിലുള്ള എല്ലാ സാമ്പത്തിക ക്രയവിക്രയത്തിന്റെയും ഇടനില നിൽക്കുന്നത് എമിലി എന്ന സോഫ്റ്റ്വെയർ മുഖാന്തരമാണ്. പൊതുമരാമത്ത് വകുപ്പ് ഏൽപ്പിച്ച പണി പൂർത്തീകരിച്ച കരാറുകാരുടെ സീനിയോറിറ്റി ലിസ്റ്റ് തയ്യാറാക്കുന്നതും മുൻഗണനാ ക്രമത്തിനനുസരിച്ച് തുക കൈമാറ്റം ചെയ്യുന്നതിനും എമിലി സോഫ്റ്റ്വെയർ ആണ് ധനവകുപ്പിനെ സഹായിക്കുന്നത്. അടങ്കൽ തുക ലഭിക്കണമെങ്കിൽ സോഫ്റ്റ്വെയറിനുള്ളിൽ കരാറുമായി ബന്ധപ്പെട്ട് ഒരു വിലാസം രൂപപ്പെടുത്തേണ്ടതുണ്ട്. വിലാസം രൂപപ്പെടുത്തണമെങ്കിൽ നിർമ്മാണം പൂർത്തീകരിക്കുകയും വേണം. എന്നാൽ ഏൽപ്പിച്ച പണി പൂർത്തിയാവും മുമ്പ് ഇഷ്ടക്കാരായ കരാറുകാർക്ക് വേണ്ടി സോഫ്റ്റ്വെയറിനുള്ളിൽ പൊതുമരാമത്ത് വകുപ്പിന്റെ ഡിവിഷണൽ അക്കൌണ്ടന്റ് BS ദീപ കൃത്രിമമായി ബിൽ ഐഡികൾ സൃഷ്ടിച്ചു എന്നാണ് കണ്ടെത്തൽ. തട്ടിപ്പ് പുറത്തറിയാതിരിക്കാനായി സോഫ്റ്റ്വെയറിലെ എഡിറ്റിംഗ് ഓപ്ഷൻ ഉപയോഗിച്ചാണ് ദീപ കരാറുകാരെ വഴിവിട്ട് സഹായിച്ചത്. 2015-2016 സാമ്പത്തിക വർഷത്തിൽ നടന്ന തട്ടിപ്പാണ് ധനകാര്യ പരിശോധനാ വിഭാഗം പിടികൂടിയത്. 200-ലേറെ വ്യാജ ബിൽ ഐഡികൾ സോഫ്റ്റ്വെയറിൽ നിർമ്മിച്ച് പൊതുമരാമത്ത് കരാറുകാരുടെ സീനിയോറിറ്റി ലിസ്റ്റിൽ ക്രമക്കേട് നടത്തിയെന്ന കണ്ടെത്തലിനെ തുടർന്ന് ദീപയെ ധനകാര്യ അഡീഷണൽ ചീഫ് സെക്രട്ടറി മനോജ് ജോഷി സസ്പെൻഡ് ചെയ്തു. പൊതുമരാമത്ത് വകുപ്പ് കൊച്ചി ഓഫീസിലെ ജീവനക്കാരിയായ ദീപ സ്വദേശമായി തിരുവനന്തപുരത്തേക്ക് ആഴ്ചയിൽ 2 തവണ വിമാനത്തിലാണ് വന്നുപോയിരുന്നത്. സർവീസ് ജീവിതത്തിൽ പലതവണ അച്ചടക്ക നടപടികൾക്ക് വിധേയയായ ദീപ ഇതാദ്യമായിട്ടാണ് സസ്പെൻഷൻ വിധേയയാവുന്നത്. എസ് ജീവൻകുമാർ, തിരുവനന്തപുരം. സംസ്ഥാനത്ത് മിൽമ ഉൽപ്പന്നങ്ങൾ ഇനി മുതൽ ഓൺലൈനിലും. ഭക്ഷണ സാധനങ്ങൾ വീട്ടുപടിക്കലെത്തുന്ന പോലെ മിൽമയുടെ പാലും തൈരും ഓർഡർ ചെയ്താൽ വീട്ടിലെത്തും. ആദ്യഘട്ടത്തിൽ തിരുവനന്തപുരത്താണ് ഓൺലൈൻ വിൽപ്പനയ്ക്ക് തുടക്കമായത്. AM നീഡ്സ് എന്ന മൊബൈൽ ആപ്ലിക്കേഷനിലൂടെയാണ് മിൽമയുടെ ഉൽപ്പന്നങ്ങൾ ഓൺലൈനിൽ ലഭ്യമാകുന്നത്. തിരുവനന്തപുരത്ത് കഴക്കൂട്ടം മുതൽ നേമം വരെയും തിരുവല്ലം വരെയുമാണ് ഇപ്പോൾ സേവനം ലഭ്യമാകുന്നത്. ക്ഷീരവികസന വകുപ്പ് മന്ത്രി K രാജു ആപ്പിലൂടെ ആദ്യ ഓർഡർ നൽകി. നമ്മുടെ കേരളത്തിലെ സംബന്ധിച്ച് പറയുമ്പോൾ ഏറ്റവും വലിയ ഒരു മാറ്റത്തിനാണ് തുടക്കം കുറിച്ചിട്ടുള്ളത്. മിൽമയ്ക്ക് അത് വലിയ ഒരു മുന്നോട്ട് പോക്കിന് സഹായകരമാകും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. രാവിലെ 5 മുതൽ രാവിലെ 8 വരെയുള്ള 3 മണിക്കൂർ മാത്രമാണ് ഇപ്പോൾ ഓൺലൈൻ വിൽപ്പനയുണ്ടാകുക. ഡെലിവറി ചാർജ് ഇല്ലാതെയാണ് ഇപ്പോഴത്തെ സേവനവും. അടുത്ത ഘട്ടത്തിൽ എറണാകുളം, കോഴിക്കോട് മേഖലകളിലേക്കും ഓൺലൈൻ വിപണി വ്യാപിപ്പിക്കും. അടുത്ത ഘട്ടമായി ഐസ്ക്രീമും മറ്റു ഉൽപ്പന്നങ്ങളും ഓൺലൈൻ വിതരണത്തിൽ ഉൾപ്പെടുത്തുകയാണ് മിൽമയുടെ ലക്ഷ്യം. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.